ഓടി വന്നതാണ്, ഇനി ഓടിക്കരുത്. എന്താണ് ചേട്ടന്മാരെ പ്രശ്നം? നിനക്കറിയില്ല? സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ പിന്നെ നീ അമ്മയ്ക്ക് വായുഗുളിക വാങ്ങാൻ മറക്കായിരുന്നോ? വായുഗുളിക്ക് തന്നെ, പക്ഷെ അമ്മയ്ക്കല്ല, അമ്മായി അമ്മയ്ക്കാ. തർക്കുത്തരം പറയുന്നു, തട്ടിക്കളയും. തർക്കുത്തരല്ല ചേട്ടാ, നിങ്ങളിന്ന് തട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ആഗോള പ്രതിസന്ധിയും ആസിയൻ കരാറും കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയവും കാരണം ആട്ടോക്കാർ പ്രതിസന്ധിയിലാണെന്ന. 6 മാസത്തിനകം ഇന്ത്യ കരകയറുമെന്നാണ് സിംഗ് പറഞ്ഞത്. ഏത് സിംഗ്? മൻമോഹൻ സിംഗ്, പ്രധാനമന്ത്രി. എന്നാലേ 6 മാസം കഴിഞ്ഞ് ഞാൻ സിംഗിന്റെ അടുത്ത് ഓട്ടോറിക്ഷ വാങ്ങിച്ചോ. തൽക്കാലം ഇതിന്റെ ചാവി ഞാൻ എടുക്കുക. അയ്യോ അണ്ണാ, ചതിക്കരുത്. ഇത് ഉരുട്ടിയിട്ട് വേണോ എനിക്ക് ജീവിക്കാൻ. ഇപ്പൊ തന്നെ ജീവിതം പ്രതിസന്ധിയിലാണെണ്ണ. എന്നാ ഇന്നത്തോടെ അവന്റെ അയ്യോ, ഇതാര് വാസുവാ? കറുത്ത കണ്ണാടിയൊക്കെ വെച്ച് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടാ. ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലേ ചീമിട്ടൻ. ആരായി ചീമിട്ടൻ? നമ്മളെ വാസു. മുതലാളി എന്നോട് ക്ഷമിക്കണം. ആ ചൗത്താന്റെ തല എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ അറിയാതെ മുതലാളിയെ ചീത്ത വിളിച്ചതാ. അപ്പൊ ഇപ്പൊ കള്ള ചെറുത്താൻ നിന്റെ കൂടെ ഇല്ലേ? ഇല്ല, അതല്ലേ രസം. ഞാൻ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനിട്ട് ചാമ്പി. ആർക്ക്? മാൻഡ്രേക്കിനോ? ഏയ്, മാൻഡ്രേക്കിനല്ല, സഹൃദയന്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. സത്യമാണ് പറയുന്നത്. എങ്ങനെ? ഏത് രൂപത്തിൽ? ഞാൻ അതിനെ വൃത്തിയായിട്ട് പൊതിഞ്ഞിട്ട് ആദിവാസികളുടെ ഒരു ചെണ്ട വാങ്ങിയിട്ട് ഉള്ളിലാക്കിയിട്ട് സഹൃദയ സാറിന് കൊണ്ട് കൊടുത്തു. അവനത് സന്തോഷത്തോടെ വാങ്ങിച്ചു. ആദിവാസികളുടെ പറഞ്ഞു കൊടുത്താ എന്ത് വാങ്ങിക്കോളുമല്ലോ. അങ്ങനെയാണ് വാങ്ങിക്കും. വാങ്ങിച്ചു. അപ്പൊ തന്നെ തുടങ്ങി. എന്തു തുടങ്ങി? കൊട്ടോ? അല്ല, കഷ്ടകാലം. വീടിന്റെ മുമ്പിലൊരു വിളക്കുമരുന്നില്ലേ, അതോടിഞ്ഞടിച്ച് തലമണ്ടേ കൂടെ വീണ് ഈ നീളത്തിന് കഷ്ടായി. എന്ത് കഷ്ടായി? അവൻ അങ്ങനെ തന്നെ വേണം. എനിക്കെതിരെ കേസ് കൊടുത്തവൻ. ആ ചെറുത്താൻ കയ്യിൽ നിന്ന് പോയപ്പോ തന്നെ എന്റെ കഷ്ടകാലം മാറി. ഇപ്പൊ കിച്ചൺ കിങ് പ്രഷർ കുക്കറിന്റെ സെയിൽസ്മാനാ. ഏത് സമയത്തും ജീവൻ പോവാ. GM ആകാം. അയ്യോ, ഞാൻ ഒരു കുക്കർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. 5 ലിറ്ററിന്റെ ഉണ്ടാ? 5 ഉണ്ട്, 10 ഉണ്ട്. ഇപ്പോൾ മറ്റൊരു ഓഫർ കൂടെ ഉണ്ട്, ക്രാച്ച് ആൻഡ് വിൻ ഓഫർ. കാർഡ് ചുരണ്ടി കുക്കർ എന്ന് പേര് കിട്ടിയാൽ 1 ലിറ്ററിന്റെ വിലയ്ക്ക് 5 ലിറ്റർ ഫ്രീ, കൂടെ 1 ലിറ്റർ തികച്ചും ഫ്രീ. നമ്മൾ ചുരണ്ടിയിട്ടൊന്നും കിട്ടിയില്ലെങ്കിലാ? അങ്ങനെ വരില്ല, ചുരണ്ടിയാൽ എന്തെങ്കിലും കിട്ടും. എന്നാ അപ്പി ഒന്ന് താപ്പി. അയ്യോ, പെണ്ണോ? ആ പെണ്ണ്. ഒരു പെണ്ണല്ല, 5 പെണ്ണുള്ള ഒരു സെറ്റ് കൊടലേ. ഓ, അല്ലെങ്കിലും ഞാൻ എരണമില്ലാത്തവളി തന്നെ. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ കിട്ടിയത്. ഇങ്ങേർക്കാണെങ്കിൽ ഭയങ്കര ഭാഗ്യം. അതെങ്ങനെ അറിയാം? അതല്ലേ എന്നെ കിട്ടിയത്. എന്റെ ചേട്ടന്റെ ഭാഗ്യം നോക്കട്ടെ. അപ്പി ഒന്നുകൂടെ താപ്പി. എടപ്പി, എന്റെ ചേട്ടൻ ആരും രൂപയ്ക്ക് 4000 രൂപയുടെ പ്രഷർ കുക്കർ അടിച്ചു. എടുത്തോണ്ട് വാടേ, നല്ലത് നോക്കി വരണം മുതലാളി. കൂട്ടത്തിൽ വലുത് നോക്കിയിട്ടുണ്ടോ? വായിക്കാൻ വരട്ടെ. പൊട്ടിച്ചു പൊട്ടിക്കണോ? വിശ്വാസമായല്ലോ. താങ്ക് യു, നന്നായിട്ടുണ്ട്. വേണ്ട. ഇപ്പൊ സന്തോഷമായില്ലേ? പരിപ്പും പച്ചക്കറികളും ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് ആദ്യത്തെ ഷൂ കേൾക്കുമ്പോ തീയടക്കുക. സാമ്പാർ റെഡി. അതാണ് കിച്ചൺ കിങ് പ്രഷർ കുക്കറിന്റെ പ്രത്യേകത. ഓടി വണ്ടി കയറിക്കൂടെ? കേട്ടില്ലേ നിലവിളി? ആ ചൗത്താൻ കയ്യിലിരിക്കുന്നിടത്തോളം അയാളെ കാര്യം പോക്കാ. കൊന്നുപോകരുത്, അനങ്ങിക്കളയും. സാറ് പറഞ്ഞാ ശരി. അനങ്ങിപ്പോകരുത്, കൊന്നുകളയും. കുട്ടൻ എവിടാ? ആ പൊട്ടൻ അവിടെ ഫ്രീസായിട്ട് നിൽക്കുവാ. ഓഹോ, ഇനി നീയും കുറച്ചേരം ഫ്രീസായി നിൽക്ക്. കമാ, അലർട്ടായിരിക്കണം തിരിഞ്ഞോടാൻ. പോലീസ്, നിങ്ങളിൽ ആരാണ് ഓമനക്കുട്ടൻ? ഞാനാ. ഓഹോ,
ഇങ്ങോട്ട് നിൽക്ക്. ഇവനെ താൻ അറിയോ? ഇത് ദുബായ്ക്കാരൻ ചന്ദ്രകുഞ്ഞല്ലേ? അല്ല, തൊരപ്പൻ ചപ്രു, കുപ്രസിദ്ധ മോഷ്ടാവ്. ഇവനും താനുമായി എന്താ ബന്ധം? പണയബന്ധം. പ്രണയബന്ധം? സ്വർണ്ണ പണയ ബന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. ഓഹോ, ഇവിടെ അവൻ പണയം വെച്ചിട്ടുണ്ടോ? എത്ര പവൻ? 300. 300-ഓളമല്ല, 316. കറക്റ്റ്. ഇവൻ സഹകരണ ബാങ്ക് തുറന്നെടുത്തതാണ് ആ സ്വർണം. ആണോ? മുതലും പലിശ അടച്ച ഇപ്പൊ തന്നെ തരാം. അടച്ചില്ലെങ്കിൽ തരില്ല എന്നർത്ഥം. എടുക്കട്ടെ സാർ. ഇയാൾക്ക് നടുവാണി പ്രയോഗം മതി. ഓക്കെ, എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. കേസിന് തൊണ്ടി മുതൽ വേണമല്ലോ. ഞാൻ തെണ്ടിപ്പോ. ഞാൻ തെണ്ടിക്കും. എന്താടോ ഇത് സ്വർണ്ണമാണോ? തനി തങ്കമാണ്. മാരണം പിടിച്ച സാധന ഇരിക്കുന്നതാണ് മുടി. എനിക്ക് വേണ്ടത്. വേണ്ടേ സാർ ഞങ്ങൾ പൊയ്ക്കോട്ടെ. പ്രഷർ വ്യാപാരികളാ. പ്രഷറോ? സോറി, പ്രഷർ കുക്കർ വ്യാപാരികളാ. ബാക്കിയുള്ളവർക്ക് പ്രഷർ ഉണ്ടാക്കാതെ വണ്ടി എടുത്തോണ്ട് പോടാ. ഓ, വണ്ടി കയറിക്കോടാ. എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. വണ്ടി വിട്ടോടെ. അയ്യോ, എന്റെ സ്വർണം, എന്റെ സ്വർണം. തന്റെ സ്വർണം അല്ല, ബാങ്കുകാരുടെ സ്വർണം. ദേ വീണ്ടും കെട്ട്. അയ്യോ എന്റെ ഈശ്വരാ. ഇതിന്റെ പേര് ഇങ്ങനെ അറസ്റ്റ് ചെയ്യോ സാറ്? ചെയ്യാം, ചെയ്യാതിരിക്കാം. ആ, ഇതാ പിടിക്ക. ഇതിലൊരു ഒപ്പിട്. ഇനി ബോധം കേട്ടോ. ഇതൊക്കെ എത്രയേ ഉള്ളൂ. താൻ ഈ തുണ്ടിയൊക്കെ എടുത്ത് വണ്ടി കയറ്. എനിക്ക് ഇവരോട് ചിലത് സംസാരിക്കാനുണ്ട്. സംസാരിക്കുന്നതൊക്കെ കൊള്ളാം. എന്റെ കാര്യം വിട്ടു അതിരുന്നാ മതി. ഇതുവരെ നടന്ന മാതിരി ആവരുത്. ഈ പ്രാവശ്യമെങ്കിലും സംഗതി കറക്റ്റ് ആയിരിക്കണം. എല്ലാത്തിനും കണക്കുള്ളതാണ്. ഇരിക്കൂ. കട്ടതിന് തുല്യമാണ് കട്ട മുതൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ചുരുങ്ങിയത് ഒരു ജീവപര്യന്തം. പക്ഷെ ഞാൻ വിചാരിച്ചാൽ അത് ഒഴിവാക്കി തരാൻ പറ്റും. സോറി, തുടമാറിപ്പോയി. നമ്മൾ എന്ത് ചെയ്യണം? 10 രൂപയല്ല, എപ്പോ തന്നെന്ന് ചോദിച്ചാ മതി. ഇപ്പൊ കൊണ്ട് 10 രൂപയല്ല, വലിയ 10. 10,000 കുഴപ്പമില്ലല്ലോ. 10,000 അല്ല, 10 ലക്ഷം. 10 ലക്ഷം. തൽക്കാലം അത്രയും മതി. അയ്യോ, ഇതെന്താ കുടുംബത്തോടെ ബോധം കെട്ട് കളിക്കുന്ന? ശരിക്കും ബോധം തെളിഞ്ഞിട്ട് പിടികൂടാം. അതുവരെ കോൺസ്റ്റബിളിനെ ഡ്യൂട്ടിക്കിടാം. അത് വേണ്ട, ഇങ്ങനെ ആവാം. ഭാഗ്യം മഹസർ കിട്ടി, ഇല്ലെങ്കിൽ തൊപ്പി തെറിച്ചനെ. ഈ നാനും പോകുഞ്ചു കുറിഞ്ചി മലയിലൂ. ഇവിടെയല്ല. പിന്നെ ബ്ലൈഡ് കൂട്ടന്റെ വീട്ടില് ഒന്നും പറയണ്ടെന്റെ സാറേ. പ്രതിമ കൈ മാറിയതും ഒരു വണ്ടി പോലീസ് ഒരു കള്ളനുമായിട്ട് വന്നു 316 പവൻ പിടിച്ചെടുത്തു. ബ്ലേഡ് കുട്ടൻ ഇപ്പൊ 0 കുട്ടനായി. സാറിന്റെ ഐഡിയ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ മൊട്ടത്തലേന്റെ ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല അല്ലേ? ഓ, എന്തൊരു മതിപ്പ്. അനുഭവിച്ചത് മതിയായില്ലേ, ഞാൻ തിരിച്ചു വാങ്ങിക്കൊണ്ട് തരാം. ചങ്കി കുത്തുന്ന വർത്തമാനം പറയല്ലേ വാസു. ആ കുട്ടനെ പറ്റി അക്കിടിയെ കുറിച്ച് ഓർക്കുമ്പോ കുളിര് കോരുക. പാവം, സമ്പാദിച്ചതിന്റെ പകുതി കൂടുതലും പോയില്ലേ? എന്തു പാവം. സാറിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ അയാളല്ലേ മുൻകൈയെടുത്തത്. സാറിന്റെ സ്വത്ത് മുഴുവൻ അയാളല്ലേ കൈക്കലാക്കിയത്. തെണ്ടട്ടെ ദുഷ്ടൻ. അങ്ങോട്ട് ജനം ഒഴുകിക്കൊണ്ടിരിക്കുക. എന്തിന്? ഇത് നല്ല ചോദ്യം. ഒരു ചിട്ടിക്കമ്പനിയിലെ സ്വർണ്ണ അത്രയും പോലീസുകാർ കൊണ്ടുപോയാൽ അവിടെ പണമിട്ടൊരു എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ നിന്ന് ഒഴിവായാ മതി. ബൊമ്മ വേണോ? ബൊമ്മ. ഓടും ബൊമ്മ, ചാടും ബൊമ്മ, ആടും ബൊമ്മ. ബൊമ്മ വേണോ? ബൊമ്മ ബൊമ്മ ബൊമ്മ. ഇതാ മക്കളെ, എടുത്തോ, ഫ്രീയാ. കൂടെ ചോക്ലേറ്റ് മേടിക്കാൻ 150 രൂപയും തരാം. കുട്ടികളെ പിടുത്തക്കാരനാവും. അല്ലല്ല, ഞാൻ ഡീസന്റ് ഫാമിലിയാ. അയ്യോ
കുട്ടികളെ പിടുത്തക്കാരൻ വന്നേ. മമ്മി, ഡാഡി, പിടുത്തക്കാരൻ വന്നിരിക്കുന്നു. വേഗം പോ, വേഗം പോ. അയ്യോ, അയ്യോ, ഇയാള് ഞങ്ങളെ പിടിച്ചോണ്ടോ. മമ്മി, ഡാഡി, വേഗം പോ, വേഗം പോ. അയ്യോ, മമ്മി, മമ്മി, വേഗം വാ. അയ്യോ, പേടിയാണ്. കൊട്ടേഷൻ ടീമാണല്ലേ? എങ്ങനെ മനസ്സിലായി? അത് പിന്നെ സെറ്റപ്പ് വേണ്ട അറിയില്ല. അതവിടെ നിൽക്കട്ടെ. എന്റെ കയ്യിലിരിക്കുന്ന ഇതുപോലുള്ള ഈ മൊട്ടത്തല ഒന്നാന്തരം മാരകായുധമാണ്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ ആയുധം കൊണ്ട് ഒരാളെ കൊന്നാൽ പോലീസുകാർ മൂക്കുകൊണ്ട് ഇക്ര ഇമ്ര ഇമ്ര എന്ന് എഴുതും. കാരണം യെസ് കത്തി എനക്ക് ഇതുപോലൊരെണ്ണം ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. നല്ല ഐഡിയ. ഈ തല വെയിൽ ഒളിക്കല്ലേ. സോറി, തമാശ എനിക്കിഷ്ടമല്ല. ഇതുകൊണ്ട് ഒരാളെ എങ്ങനെ ഉപദ്രവിക്കുക? വളരെ ഈസി. ഇതുപോലെ ഈ പ്രതിമയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ട് എടുത്തൊറ്റു മാറി എങ്ങനെയുണ്ട് എന്റെ ആയുധം? എന്നെയും കൊണ്ടേ പോവല്ലേ? മനസ്സാക്ഷിയില്ലാത്ത അപരാധി ചെറുത്താന്. നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? സ്വല്പം ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ മുഴുവനും വേർപെട്ട് പോയാൽ. ആരും അടുക്കുന്നില്ല കേട്ടോ. വന്നിട്ട് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഇല്ല അതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഹലോ. ഇന്നിനിപ്പോ പിരിവിന് പോയില്ലേലും കുഴപ്പമില്ല. എന്തായാലും ഒത്ത് ചെറുത്താൻ എടുക്കട്ടോ തിണ്ടി. ഇങ്ങനെ ഇതെവിടെ പോയി കിടക്കണ? എന്റെ അമ്മച്ചിയ ഇളവെടുത്ത മൊട്ടത്തലയും കൊണ്ടുപോയി എന്തരൊക്കെ ഏടാകൂടെ ഒപ്പിക്കുവോ എന്തോ. എന്റെ ആറ്റു അമ്മച്ചി നീ കാത്തോണേ. എന്താ വേണ്ടത്? ജ്യൂസ് ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? ഓറഞ്ച് ജ്യൂസ്? ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. പിയർ ജ്യൂസ്? ഇല്ല, അതില്ല സാർ. അയ്യോ, ഇല്ലല്ലേ? ശരി സാറേ, യെസ്. പെട്ടി ആരുടെ പെട്ടി? സാറിന്റെ. ഓ, അതെ, സാറിന്റെ തന്നെയാ. താങ്ക് യു. ഒഴിവായി. സാറേ, സാറിന്റെ പെട്ടി ടൈലറിംഗ് ഷോപ്പ്. ഇവിടെ വെച്ച് മറന്നു. താങ്ക് യു. ഇതേ വശിപ്പു സാധനം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ?
ആരും പേടിക്കണ്ട, ഇതിനകത്ത് ബോംബായിരിക്കും. പെട്ടെന്നിറങ്ങി വാ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ബോംബാണല്ലേ? ആരുടെ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? പറഞ്ഞിട്ട് ചെയ്യണ്ടേ? ഇത് നിങ്ങൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യൂ. ഞാൻ വേറെ ബാത്റൂം പോയി തരാം. അല്ല സാറ് പോയാൽ ഞങ്ങളും പോകും. എക്സ്ക്യൂസ് മീ, മറക്കരുത്, ഞാനും കൂടെ ഒന്ന് കണ്ടോട്ടെ. പിന്നെന്താ, അതാരെടുത്തോണ്ട് പോകുന്നു അറിയാനാ ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും പോലീസ് അത് ബോംബാണെന്ന എന്റെ ബലമായ സംശയം. എടാ, ഇതിനകത്തപ്പ് ചെകുത്താനാണല്ലേ? ആരും പേടിക്കണ്ട, ഭീകരനെ പിടികിട്ടിട്ടുണ്ട്. കടകളെല്ലാം തുറന്നോളൂ. ബോംബറാ, കോളറേന്ന് പിടിവിടണം. എടുക്കടാ, തലവെക്ക്, ചരണം വിളിച്ചോ. സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി. വിട്ടോ. അപ്പൊ സാറ് വരുന്നില്ലേ? ഞാൻ ഓട്ടോയിൽ വന്നോളാം. എന്നാ ഞാനും കൂടെ വരാം. മിണ്ടാതെ ജീപ്പിൽ കയറി പൊക്കോളണം. അത് ശരി. ഈ ശൈത്താന്റെ കൂടെ പോയിട്ട് എനിക്കധികം പറ്റാ എന്റെ 4 ഭാര്യമാരും പെരുവഴിയിലാവും. അതിന് ഞാൻ ഗ്യാരണ്ടി. അത് ശരി, അതാണ് സാറിന്റെ മനസ്സിലിരിപ്പില്ലേ? മൊബൈൽ ഓർഡർ ഇല്ലെങ്കിൽ തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും. വിട്ടോ. എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. കേറ് ശൈത്താനെ. ഹലോ, ഇവിടെ അല്ല, പിന്നില്. ചെന്ന് കേറണോ? സാറേ, പൈസ അകത്തൊരു ലോക്കപ്പ് വെറുതെ കിടക്കണം. അതിനകത്ത് കിടക്കണോ അതോ കാശ് വേണോ? വേണ്ട സാർ. എന്നാ വിട്ടോ. അവരിതുവരെ എത്തിയില്ല സർ. ഇത്രയും നേരം താ എവിടെ പോയി കിടക്കായിരുന്നോ? ഒന്നും പറയണ്ട സാർ. ആ പ്രതിമയും കൊണ്ട് കേറിയപ്പോ തൊട്ടേ പ്രശ്നങ്ങളാ. എന്താ? 2 തവണ ടയർ പഞ്ചറായി. ഇതാ ഇപ്പൊ സൈലൻസറും പോയി കിട്ടി. ഇവിടെ ഈ മാരണത്തെ താൻ ഇറക്കി വിട്ടില്ലേ? ഇവിടെ പൊതുജനങ്ങളെ മുമ്പ് ഷൈൻ ചെയ്യാനും പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിട്ടല്ലേ ഞാൻ പിടിച്ച് കാറ്റാൻ പറഞ്ഞത്. 1-2 തവണ ഞാൻ ഇറക്കി വിട്ട് പോകുന്നില്ല. പിടിച്ച് 3-4 ഇടിയും കൊടുത്ത് ഇവിടെ താമസിക്കുന്നു തന്നെ പറഞ്ഞു വന്നതാ. ഓഹോ, ഇതാ തൊണ്ടി. എന്നെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കും. എവിടെ ലോക്കപ്പ്? ഇങ്ങോട്ട് മാറി നിൽക്ക്. എടോ, എപ്പ അറസ്റ്റ് ചെയ്യണം, എന്ത് എപ്പ കോടതിയിൽ ഹാജരാക്കണമെന്നൊക്കെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. എന്നാ ഇപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? പൊതുസ്ഥലത്ത് ബോംബ് ഭീഷണി ഉയർത്തിയതിന്, ജനങ്ങളെ പരിഭ്രാന്തരാക്കിയതിന്, പൊതുജീവിതം സ്തംഭിപ്പിച്ചതിന്, ഒരു തല വെച്ച് പോലീസുകാർക്ക് നാണക്കേടുണ്ടാക്കിയതിന്, വകുപ്പല്ല എഴുതി ചേർത്ത് ഒരിക്കലും ഊരാൻ പറ്റാത്ത ഒരു FIR ഉണ്ടാക്കി തൊണ്ടി കോടതിയിലേക്കും എന്നെ ജയിലിലേക്കും അയക്കൂ സാർ. കേട്ടല്ലോ, ഇത് 1-2 തവണ ഞാൻ കേട്ടാ. എന്റെ പൊന്നു കുട്ടൻ പൊതുസ്ഥലത്ത് ബോംബ് ഭീഷണി ഉയർത്തിയിട്ടില്ല, ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിട്ടുമില്ല, പൊതുജന ജീവിതം സ്തംഭിപ്പിച്ചിട്ടുമില്ല. ഈ തല വച്ച് പോലീസുകാർക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടേയില്ല. ആയതിനാൽ കുട്ടനെതിരെ യാതൊരുവിധ കേസുമില്ല. താങ്കൾക്ക് പോകാം. ഇത് കടുത്ത അനീതിയാണ്, കൊടിയ അന്യായമാണ്. ഒരു ക്രിമിനലിന് പോലീസ് ഒരിക്കലും മാപ്പ് കൊടുക്കരുത്. ആര് പറഞ്ഞാ ക്രിമിനലാണ്? അതെ, താൻ സൽ സ്വഭാവിയും സർവോപരി സൽ ഗാന്ധിയനുമാണ്. ഉത്തമ പൗരൻ ആണല്ലോ. ആണ്. ഉറപ്പാ? പാറ പോലെ ഉറപ്പാ. ഞാൻ ക്രിമിനലാണോ ഉത്തമ പൗരനാണോ തെളിയിച്ചിട്ട് എന്നെ കഴിയും. ഇപ്പൊ ഞാൻ ചെയ്ത തെറ്റല്ലേ? കാണിച്ചതിൽ ഒരു തെറ്റുമില്ല, ശരി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനതങ്ങ് സഹിച്ചു. ഇപ്പൊ ഞാൻ ചെയ്ത തെറ്റല്ലേ? സഹിക്കണം. ഞാനും സഹിച്ചു. രണ്ടുപേരും സഹിക്കരുത്. യൂണിഫോം ഇട്ട പോലീസുകാരുടെ കാരണത്തിട്ട് കീറുക, ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക, ഇതിനുള്ള വകുപ്പുകളൊന്നും പോരെങ്കിൽ വനിതാ കോൺസ്റ്റബിൾമാരെ ഇറക്കി വിട്. വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. വാതിൽ വഴി ഇറങ്ങി ഓടിക്കോ. ഇയാൾ ഓടരുത്. എന്ത് പോലീസ്? നാട് നല്ല നാട് മച്ചോ, മഞ്ഞ് പെയ്യും നാട്,
നാട് നല്ല നാട് മച്ചോ എങ്കള ഭയനാട്. നാട് നല്ല നാട് മച്ചോ മഞ്ഞു പെയ്യും നാട്. നാട് നല്ല നാട് മച്ചോ മഞ്ഞു പെയ്യും നാട്. നാട് നല്ല നാട് മച്ചോ എങ്കള ഭയനാട്. നാട് നല്ല നാട് മച്ചോ ನಮಸ್ಕಾರ. എന്താ എന്ത് വേണം? ಇದು ഒരു പഴയ ദുന്ദുബി വാദ്യം മാಡು. എനിക്ക് ഇത് കൈ ഓടാது. നീന് എടുത്തിട്ട് ഇതേത് ഭാഷയാ? നമ്മ ഊര് ബെളൂരു നാട് കാണും മറായി അവിടെ വരേക്ക്. ഇത് ഇതുവരെ കേൾക്കാത്ത ഭാഷയാണല്ലോ. ശരി, എന്ത് വില വേണോ ഇതിന്? 500. 500 രൂപയോ? ബോട്ടെ ചാറിന് 300 തറ. വേണ്ട 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 200 തരൂ. അത്രയൊന്നും തരാൻ എന്റെ കയ്യിലില്ല. പിന്നെ എത്ര തരൂ? ഒരു 50 തരാം. 50 ചോർ ബാങ്കി തിങ്കാലോ. ദാറ്റാറെ സന്തോഷമായി ബാങ്കു. അത് അവിടെ വെച്ചാ മതി. അത് വേണ്ട, ഇത് സംഗീതമോ ജീവിതമോ. ബാങ്കു കയ്യാലെ ബാങ്കു, സന്തോഷമായി ബാങ്കു. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം നിങ്ങൾ ഇതൊന്ന് കുലുക്കൂ. എന്തൊക്കെ കുലുക്കു? എന്തിനെന്നുള്ള പിന്നെ പറയാം. നന്നായിട്ടൊന്ന് കുലുക്കുലു. അങ്ങനെയല്ല അങ്ങനെയല്ല, കാണിച്ചു തരാം. എടോ കള്ള കുട്ട മുതലാളി, വേഷം കെട്ടി വന്നിരിക്കല്ലേ? എടാടിയായ അടിയും കടിയായ കടിയും ഇനി ഈ ശരീരത്തിൽ ചതയാത്തതായി ഒന്നുമില്ല. മതിയെ, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്. ഇനി സഹൃദയം പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. ഓക്കെ, എങ്കിൽ നേരത്തെ പറഞ്ഞ കണ്ടീഷനിലേക്ക് മടങ്ങാം. ഇന്ന് മുതൽ താമസം വാടക വീട്ടിൽ, ചിട്ടി കമ്പനി ഭാര്യയുടെ പേരിൽ. ഞാനിത് ഇവിടെ നിന്ന് വെച്ചോട്ടോ. ഞാൻ ഈ ചേർത്താൻ എങ്ങനെ? ചേട്ടൻ വിഷമിക്കണ്ട, ചെകുത്താനെ പരിശോധിക്കാൻ നാളെ ഡോക്ടർ വരും. ചെകുത്താൻ എന്തിനു പരിശോധിക്കണം? എന്നെയല്ലേ പരിശോധിക്കേണ്ടത്? എനിക്കല്ലേ കിട്ടിയത് മുഴുവൻ. ഇത് അലോപ്പതി ആയുർവേദ ഡോക്ടറൊന്നും അല്ല. ഈ പ്രതിമയുടെ ശക്തിയെക്കുറിച്ച് ആധികാരികമായി വിശകലനം ചെയ്ത് പറയാൻ കഴിവുള്ള, ആർക്കിയോളജിയിലും മെറ്റാഫിസിക്സിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഡോക്ടർ എഡ്വിൻ. മനസ്സിലായോ? എന്നാ ചേട്ടൻ ചെല്ല്. വേണ്ട വേണ്ട, ആ കളി വേണ്ട, ചെല്ല്. തൃപ്തി ആയല്ല നിനക്ക്? നീ എന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമല്ലടാ. ആരാ സംസാരിച്ച്? കൂടെ ആരെങ്കിലും വന്നോ? സംസാരിക്കാനും തുടങ്ങിയോ? ആദ്യം ഇരിക്കുമ്പോഴാ ചീലമണി കൊട്ടാത്തി. ഇങ്ങോട്ട് വാ. നന്ദന കുറേസ്. നിങ്ങൾ നോയിക്കൊണ്ടിരിക്കണ കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. നോക്കണം, ഇത് ഈ ദോഷങ്ങൾ തീരണവരല്ലേ ഉള്ളൂ. ആ മൊട്ടത്തല കയ്യിൽ നിന്ന് പോയാ പിന്നെ ഇത് കുട്ടൻ സ്ക്രീസ് തന്നെ. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരിക്കണം? പിന്നെ എന്തൊരു വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാ. ഞാൻ ഇടുന്ന പൊങ്കാലയ്ക്ക് ദേവി നമുക്ക് നല്ലതേ വരുത്തുള്ളി ഏട്ടാ, കേട്ടാ? പാവം. അപ്പൊ ഇതെന്നെയും കൊണ്ടേ പോ. താൻ എന്താ ആലോചിക്കുന്നേ? സായിപ്പ് അവസാനം പറഞ്ഞത് ശ്രദ്ധിച്ചോ? സീ യു ബൈ ബൈ എന്നല്ലേ? ഛേ, അതല്ല. ഇതുകൊണ്ട് ഏത് ശത്രുവിനെയും ഒതുക്കാമെന്ന്. അതാണല്ലോ നീ എന്നോട് ചെയ്തത്. അത് കയ്യിരിപ്പോണ്ടല്ലേ. ഇത് അതല്ല. ആൾക്കാർ ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്നത് ഏത് പൂജയ്ക്കാ? ശത്രു സംഹാര പൂജ. കറക്റ്റ്. ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള പൂജയ്ക്കും കൂടോത്രത്തിനുമാണ് ഇന്നേറെ മാർക്കറ്റ്. നമുക്ക് എവനെ വെച്ചൊരു കളി കളിക്കാം. നീ ഒന്ന് തെളിച്ചു പറ. ചേട്ടൻ ചില കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറായാൽ ഒരു പക്ഷേ ഈ സാത്താനെ വെച്ച് നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ കഴിയും. ഭാഗവതത്തിൽ ഇരുമ്പുലക്ക പ്രസവിച്ചൊരു കഥയുണ്ട്. യാദവ കുലം മുഴുവൻ മുടിപ്പിക്കാനായി ജനിച്ച ഇരുമ്പുലക്ക കണികകളായി പൊടിച്ച് കടലിലെറിഞ്ഞിട്ടും കരയിൽ വന്ന് പുല്ലായി മുളച്ച് യാദവ കുലം നശിപ്പിച്ച കഥ. അതിന്റെ ഒടുവിലത്തെ ഇരയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ.
ഇതും അതുപോലൊരു ഇരുമ്പൊലൊക്കെയാണ്. ഒരു വശത്ത് സകല തിന്മകൾക്കുമെതിരെ ഇത് ആയുധമാക്കാം, മറുവശത്ത് ചേട്ടന് വേണമെങ്കിൽ കോടികൾ സമ്പാദിക്കുകയും ആവാം. ഇതൊക്കെ നടക്കണ കാര്യങ്ങൾ തന്നെ. ഞാൻ പറയുന്ന കണ്ടീഷനുകൾ അംഗീകരിച്ചാൽ ആദ്യം കണ്ടീഷൻ പറ, എന്നിട്ട് ആലോചിക്കാം. ഓക്കെ. നമ്പർ 1, ഇത് സത്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. നല്ല കഥയായി. സത്യത്തിന് വേണ്ടി കൂടോത്രം ചെയ്യാൻ പറ്റൂ. ചെയ്താൽ തന്നെ കൂലി കിട്ടുമോ? കിട്ടും. സത്യത്തിന് വേണ്ടി വാദിക്കുന്ന എത്രയോ വക്കീലന്മാരുണ്ട്, അവർക്ക് ഫീസ് കിട്ടുന്നില്ല. ഓ, അത് ശരിയാ. നമ്പർ 2, ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അവസാനിപ്പിക്കണം. പരിധി എത്രയാണെന്ന് പറഞ്ഞില്ല. അത് ശത്രുബലം പോലെ ഇരിക്കും. നമ്പർ 3, നമ്മൾ കൂട്ടായി എടുക്കുന്ന തീരുമാനമല്ലാതെ ചേട്ടൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. അയ്യോ തന്നെ അത് എടുത്താലും മണ്ടത്തരമായി പോകും. അതെ, കറക്റ്റ്. നമ്പർ 4, ഞങ്ങൾ പറയുന്ന രീതിയിലല്ലാതെ ചേട്ടൻ നടക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ കറങ്ങുകയോ ചെയ്യരുത്. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ അയ്യോ അയ്യോ വേണ്ട. അയ്യോ ഈ ഇളവ് കൈയിരുന്ന വഴിയെ പോണ വയ്യാവേലിയൊക്കെ നിങ്ങളുടെ കഴുത്തെ തൂങ്ങുമെന്ന് ആദ്യം സമ്മതിക്കണം. ഇങ്ങനൊരു മൂക്ക് കയറിയില്ലെങ്കിൽ നമ്മുടെ പ്ലാനൊന്നും നടക്കൂല കേട്ടാ. എന്ത് പറയുന്നു? ഏതായാലും കഷ്ടപ്പെടുകയല്ലേ. 10 കാശ് കിട്ടിയാലും ഞാൻ സഹകരിക്കാം. പക്ഷെ ചക്രം വീഴാൻ പോകുന്നത് നന്ദന ക്രൂസിലായി. അത് വേണോ? വേണോന്നാ? ഇവിടെ നിന്നാ അത് വാഴൂല. എല്ലാം കഴിഞ്ഞ് ഈ മൊട്ടത്തലെ കൊണ്ടുവന്ന് തൊലച്ചു കഴിഞ്ഞ് നമുക്ക് അനുഭവിക്കാം. ഏറ്റവും ഇതിനൊരു പബ്ലിസിറ്റി വേണ്ടേ? മിതമായ നിരക്കിൽ കൂടോത്രം ചെയ്ത് കൊടുക്കപ്പെടും. ഫൊഫ്രൈറ്റർ കുട്ടൻ. ബെസ്റ്റ് ഐഡിയ. പരസ്യത്തിന്റെ രീതിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്തായാലും ഇത് കണ്ട് ജനങ്ങളൊന്ന് ഞെട്ടും. ഞാൻ പറഞ്ഞു വന്ന കഥയിലെ നായകൻ അല്ലെങ്കിൽ വില്ലൻ, അതാണ് ഈ ഇരിക്കുന്ന പ്രതിമ. ഇത് നാടകവും സിനിമയൊന്നും അല്ലല്ലോ നായകന്റെയും വില്ലന്റെയും കാര്യം പറയാൻ. ഒന്ന് സുഹൃത്തെ, നന്മയെന്നും തിന്മയെന്നും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ലോകത്തെ അപൂർവങ്ങളിൽ അപൂർവമായ സാത്താന്റെ ലോഹം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രതിമ. ഇത് കൈവശം വെച്ചാൽ ഇരിക്കുന്നിടം മുടിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന മിസ്റ്റർ കുട്ടൻ. അപകടങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. ശാസ്ത്രീയമായ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങളിത് പറയുന്നത്? സംശയം എന്താ? ഞാൻ വെല്ലുവിളിക്കാണ്. സുഹൃത്തിന് സന്തോഷത്തോടെ ഈ പ്രതിമ മിസ്റ്റർ ഓമനക്കുട്ടന്റെ കയ്യിൽ നിന്ന് ഒന്ന് ഏറ്റുവാങ്ങാമോ? പിന്നെന്താ? എങ്കിൽ വരൂ മിസ്റ്റർ കുട്ടൻ. എന്താ, ഹാപ്പിയാണോ? പിന്നെ പ്രത്യേകിച്ച് സന്തോഷത്തിന് ഒരു കുറവുമില്ല, ഒരു ടെൻഷനും ഇല്ല? ഇല്ലെന്നേ. എന്തെങ്കിലും മെസ്സേജ് വരാൻ സാധ്യതയുണ്ടോ എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്താ? അത് വാങ്ങിക്കോളൂ. ആരെങ്കിലും വന്നൊന്ന് താങ്ങൂ. പിടിച്ചോളൂ, പിടിച്ചോളൂ. വരൂ, അദ്ദേഹത്തെ പുറത്തോട്ട് കൊണ്ടുപോകും. ബാക്കിയുള്ളവർ അവിടെ ഇരുന്നോളൂ. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ. ആർക്ക് വേണമെങ്കിലും ഇനിയും പരീക്ഷിക്കാം. ദുരന്തങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ലായിരിക്കും എന്ന് മാത്രം. ഈ ലോഹത്തിന്റെ ചെറിയൊരു അംശം പോലും കൈവശം വെച്ചാൽ, അതായത് ഒരു കടുകുമണിയോളം പോലും, അയാളുടെ ജീവിതം കട്ടപ്പുക. ഇക്കാര്യം പരസ്യപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം? തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ഇതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റണമെന്ന് മിസ്റ്റർ ഓമനക്കുട്ടൻ ആഗ്രഹിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണല്ലോ ഇപ്പൊ ചർച്ചകൾ കൂടുതലും. അപ്പൊ ആരും മുന്നോട്ട് വന്നില്ലെങ്കിലോ? അങ്ങനെ പറയരുത് പ്ലീസ്. അതെ, മിറക്കിൾ സ്റ്റിൽ ഹാപ്പൻ എന്നാണല്ലോ. ഇത് ഈജിപ്തിൽ ഫെറോ രാജാക്കന്മാർ ശത്രു സംഹാരത്തിനായി ഉപയോഗിച്ചിരുന്ന ലോഹക്കൂട്ടാണെന്നാണ് മാനുവൽ ഓഫ് അൺബിലീവബിൾ തിങ്സിൽ ഫിഡ്ബോക്ലിസ് പറഞ്ഞിരിക്കുന്നത്. ഫിഡിപ്പോക്ലിസ്. അത്ഭുതം ജനിപ്പിക്കുന്ന ഈ ലോഹം കുട്ടന്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുകയാണത്രേ. ടിവിയിൽ വന്ന സ്ഥിതിക്ക് അതിനെ ആര് വാങ്ങാനാ? അവരതിബുദ്ധിമാന്മാരാ. നിങ്ങൾ കരുതുന്നത് പോലെ ആ തല ഒഴിവാക്കാനല്ല അവരുടെ ഉദ്ദേശം. അത് വെച്ച് വില പറയാനാ. മനസ്സിലായില്ല. അവരുടെ വാക്കുകൾക്കുള്ളിൽ വലിയൊരു തന്ത്രമുണ്ട്. ആ ലോഹത്തിന്റെ കടുകുമണിയോളം മതി ഒരാളുടെ സ്വസ്ഥത നശിപ്പിക്കാൻ. അതിനർത്ഥം അതൊരു ബോംബാണ്. ഒരു തുള്ളി രക്തം പോലും ചൊരിയാതെ ഏത് വമ്പന് നേരെയും പ്രയോഗിക്കാവുന്ന മാരകായുധം. അത് പ്രയോഗിച്ചാൽ ഒരു കോടതിക്കും അവരെ ശിക്ഷിക്കാനാവില്ല. ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത കൂടോത്രം.
അത് ചോദിച്ച് ആവശ്യക്കാർ പെട്ടി നിറയെ പണവുമായി എത്തും. വാങ്ങുന്നയാൾക്ക് അപകടം പറ്റില്ലേ? ആരും വാങ്ങില്ല. പക്ഷേ കൈതൊടാതെ പ്രയോഗിക്കാൻ അവരെ തന്നെ ആവശ്യക്കാർ സമീപിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ സമ്പത്തും സ്വാധീനവുമുള്ള അവസ്ഥയിലേക്ക് മാറും. അത് അനുവദിച്ചുകൂടാ. എന്റെ അനുജനെ അഴിയെണ്ണിപ്പിച്ചിട്ട് അവർ വളരാൻ പാടില്ല. ജൂനിയർ മാൻഡ്രാക്കിന് പകരം ഈ സീനിയർ മാൻഡ്രാക്ക് അവരോട് കണക്ക് ചോദിക്കും. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് ഒട്ടും സമയമില്ല. ആദിവാസി ഒരു പ്രവാസി എന്ന ആൽബത്തിന്റെ പണിപ്പുരയില ഞാൻ. ഇവിടെ ചേട്ടൻ പ്രവാസിയാവാൻ പോവേണ്. മനസ്സിലായില്ല. 24 മണിക്കൂറിനകം ചേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോന്ന് ഉടമസ്ഥൻ പറഞ്ഞിരിക്കണ്. ഇറങ്ങിപ്പോവാനോ? എങ്ങോട്ട്? പെരുവഴിയിലേക്ക്. ഇന്നലെ TV കണ്ടിട്ട് ഉടമസ്ഥൻ വിളിച്ച് 100 ചീത്ത വിളിച്ച്. നമ്മൾ നല്ല കുടുംബക്കാരല്ലേ, ഞാനും വിട്ടുകൊടുത്തില്ല. 150 അങ്ങോട്ടും പറഞ്ഞു. നമ്മൾ തോക്കാൻ പാടില്ലല്ലേ. ഈ വീടില്ലെങ്കിൽ നമുക്ക് 100 വീട്. പിന്നെ അക്കരെ ഇക്കരെ എന്ന് കാണാൻ പറ്റൂലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നാലും നീ ഒറ്റയ്ക്ക് അവിടെ. പഴയ കാലമൊന്നുമല്ല. ചേട്ടാ വിഷമിക്കണ്ട. മണിയണ്ണനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതാരാ? എന്റെ ഇളയ അങ്ങള. ആ പിശാച് വരുന്നുണ്ടോ? എങ്കിൽ പിന്നെ നാടേ വിടുന്നതാണ് നല്ലത്. അയ്യോ ഇല്ലേട്ടാ, പഴയ സ്വഭാവമൊക്കെ മാറി ഇപ്പൊ അവൻ ക്ലീനായി. ഓ ആശ്വാസമായി. എന്നെ നീ എങ്ങോട്ടാടി പാഴ്സൽ ചെയ്യുന്നേ? എന്താ പരിപാടി ബാല? അതെ, പൊരപ്പുറം തൂത്തിട്ട് കുറെ കാലമായി. ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം പശുക്കളെ പൊരപ്പുറത്തോട്ട് കയറ്റാനായിട്ട്. ദേ 2 പച്ച പശുക്കളാ, ഗർഭിണിയാ. മിൽമാപ്പാലിന് ഒരു ടേസ്റ്റും ഇല്ല. പച്ച പശുക്കളിലെ പച്ചപ്പാൽ ഒഴിച്ചാ നല്ല ബുദ്ധി ഉണ്ടാവുന്ന അപ്പുറത്ത് അപ്പു പറഞ്ഞു. പൊരപ്പുറത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 3-4 ഏക്കർ 56 സെന്റ് ഉണ്ടല്ലോ. ലൂസാണല്ലേ? ലേശം പേടിക്കണ്ട. പ്രവൃത്തിയിലൊന്നും ഒരു കുഴപ്പമില്ല, സംസാരത്തിൽ മാത്രം. പാവം ഫോറസ്റ്റ് ഗാർഡായിരുന്നു. ആനവേട്ടക്കാരുടെ വെടി തലയ്ക്ക് കൊണ്ടതാ. ഇയാളുടെ മക്കളെ ഇപ്പൊ ഞാനാ വളർത്തുന്നത്. ബാല, ഇദ്ദേഹം കുറച്ചു ദിവസം നിന്റെ കൂടെ ഉണ്ടാവും. അതിനെന്താ, എനിക്കൊരു കൂട്ടാവുമല്ലോ. കുടിക്കാനെന്താ, ഉപ്പിട്ടൊരു ചായ എടുക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, കാന്താരി എടുത്താലോ? ഇത് ലേശം ലൂസ് ഒന്നും കുഴപ്പമില്ല, ഞാനല്ലേ പറയുന്നത്. ഇറങ്ങി വാ. വരൂ, ചൈന സ്ക്വയറിലേക്ക് സ്വാഗതം. ഓക്കെ. പിന്നെ പല ഈ ഉപ്പിട്ട അല്ലെങ്കിൽ കാന്താരി മുളകിട്ട ചായ ഒന്നും വേണ്ട. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട സാറാ. സാറിനെ നീ നന്നായിട്ട് നോക്കണം. എന്റെ പച്ചപ്പശുക്കളപ്പം നോക്കിയാ പോരെ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഇവനിലൂടെയാണ് നമുക്ക് പരീക്ഷണം നടത്തേണ്ടത്. എന്ത് പരീക്ഷണം? സായിപ്പ് പറഞ്ഞത് ഓർമ്മയില്ലേ? ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർക്ക് ഈ ചെകുത്താന്റെ ബാധ ഏൽക്കില്ലെന്ന്. ഇപ്പൊ തന്നെ പരീക്ഷിച്ചാലോ? ഗംഭീരം. ബാല, ഈ സാറ് നിനക്കൊരു സമ്മാനം തരാൻ പോകും. എന്ത് സമ്മാനം? ദേ ഈ പ്രതിമ. അയ്യോ, സാറിന് അറിയാൻ മോഹിച്ചായ. അങ്ങനെയൊന്നും പറയരുത്. ഈ പ്രതിമ സാറിന് എന്തുമാത്രം കഷ്ടപ്പെടുത്തിയെന്ന് അറിയാമോ? ആണോ? പിന്നെ ബാല, സന്തോഷത്തോടെ സാറിന്റെ അനുഗ്രഹത്തോടെ 2 കൈ നീട്ടി ഈ പ്രതിമ ഒന്ന് വാങ്ങിച്ചേ. കൊടുത്തേ. ഞാൻ ആ കാലം തൊട്ട് നമസ്കരിച്ചോട്ടെ. ആ കാലം വെക്കൂ. 2 കാലം പൊങ്ങില്ലേ? ബാല, സാറിനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. തൊഴുത് ഏറ്റുവാങ്ങിയേ. ഈശ്വര ഭഗവാനെ, ഭഗവതി ഭഗവാന്റെ മക്കളെ, മതി. ഇത് അലമാരക്കകത്തോണ്ട് വയ്ക്കൂ. ഹലോ, അതെ, ഓക്കെ ഓക്കെ, ഡൺ. എന്താ? ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വരും.
अरे भाई साहब, मैं आपका इंतजार कर रहा था. अब और इंतजार करने की कोई जरूरत नहीं, हम आए हैं. എന്റെ പേര് സുഖീന്ദർ സിംഗ്. ഹായ്. ഹൈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇരിക്കൂ. സർദാർജി നന്നായിട്ട് മലയാളം സംസാരിക്കുന്നല്ലോ. ഞാൻ കേരളത്തിൽ വന്നിട്ട് 25 വർഷമായി. അയ്യോ, ഐ സി. ബേരർ, കുടിക്കാൻ ഹോട്ട് ഓർ സോഫ്റ്റ്? സോഫ്റ്റ് ഫോർ മീ ആൻഡ് ഫോർ ഹിം ഹോട്ട്. യാ, വെരി ഹോട്ട്. വിസ്കി ഓർ ബ്രാൻഡി? ഫൈൻ സ്കോച്ച്. ഓക്കെ, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വിത്തൗട്ട് ഐസ്. ഓക്കെ. ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ മുതൽ ട്രൈ ചെയ്യായിരുന്നു. ഒടുവിൽ മീഡിയ ഡെസ്കിൽ നിന്നാണ് നമ്പർ കിട്ടിയത്. ഇനി മാറ്ററിലേക്ക് ഡയറക്റ്റ് കിടക്കാം. 2000 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനിയാണ് എന്റേത്. ഇത്തരത്തിൽ കേരളത്തിലുള്ള ഒരേ ഒരു കമ്പനി. അവിടെ സമരം. എന്റെ കമ്പനിയുടെ ജനറൽ മാനേജറായിരുന്നു വൺ മിസ്റ്റർ ചാക്കോ. അയാളെ എല്ലാവരും അച്ചായനെന്ന് വിളിക്കാം. വളരെ കാലത്തെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ അയാളെ വളരെയധികം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പ്രോഡക്റ്റിന്റെ എല്ലാ രഹസ്യങ്ങളും അയാൾക്ക് മുന്നിൽ ഞാൻ ഓപ്പൺ ചെയ്യും. അയാൾ ഒരു ചതിയനാണെന്ന് കഴിഞ്ഞ മാസമാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താ സംഭവിച്ചത്? അയാൾ പെട്ടെന്ന് ഒരു ദിവസം റിസൈൻ ചെയ്തു. എന്നോട് പറഞ്ഞത് ഫാമിലി പ്രോബ്ലം എന്നായിരുന്നു. എന്നാൽ അയാളുടെ ഉദ്ദേശം ഒരു യൂറോപ്യൻ കമ്പനിയുമായി ചേർന്ന് എന്റെ സെയിം പ്രോഡക്ട്സ് മറ്റൊരു പേരിൽ മാർക്കറ്റിൽ എത്തിക്കുക എന്നതായിരുന്നു. അതിന്റെ കോൺട്രാക്ട് സൈനിങ് അടുത്ത ആഴ്ചയാണ്. വർഷങ്ങളായിട്ടുള്ള എന്റെ അധ്വാനമാണ് ഈ കമ്പനി. അവരത് തുടങ്ങിയാൽ എന്റെ കീഴിലുള്ള 2000-ഓളം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും. ഇതിൽ ഞങ്ങളുടെ റോൾ പറയാം. നിങ്ങളുടെ പക്കലുള്ള കഴിക്കൂ. നിങ്ങളുടെ പക്കലുള്ള മെറ്റലിന്റെ പവർ അയാൾക്കെതിരെ ഒന്ന് യൂസ് ചെയ്തുകൂടെ? അതിപ്പോ വെറുതെ വേണ്ട. സംഗതി സക്സസ് ആയാൽ ഐ വിൽ പേ യു 25 lakhs. മണ്ടത്തരം പറയാതെ. 2000 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയെ രക്ഷിക്കാൻ 25 ലക്ഷം. അപ്പുറത്ത് തകരേണ്ടത് ഇതേപോലെ കോടികൾ മുടക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സറണ്ടർ ആയി. വാട്ട് യു വാണ്ട്? 1 crore. 10% അഡ്വാൻസ്. അസൈൻമെന്റ് സക്സസ് ആയി കഴിഞ്ഞാൽ ബാക്കി തുക. ഓക്കെ, അഗ്രി. തിരിച്ച് ഞങ്ങൾക്ക് എന്താണ് ഒരു ഗ്യാരണ്ടി? എനിക്കറിയാം നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും വേണ്ട എന്ന്. നിങ്ങളുടെ കയ്യിൽ ആ മെറ്റൽ ഇരിക്കുന്നിടത്തോളം കാലം ലോകത്ത് ഏത് കൊലകൊമ്പനും നിങ്ങളെ ഭയപ്പെടും. എനിക്കും ഭയമുണ്ട്. അത് തന്നെയാണ് ഗ്യാരണ്ടി. സിംഗ്ജി വളരെ ഇന്റലിജന്റ് ആണ്. ഓക്കെ, ഞങ്ങൾ ഏറ്റു. എഗ്രീഡ്. അച്ഛാ, എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണം. ഓക്കെ, സ്റ്റെല്ല പ്ലീസ് കം. ഇതെന്റെ PM സ്റ്റെല്ല. ഓ, ഗ്ലാഡ് ടു മീറ്റ് യു. നിങ്ങൾ 10% അഡ്വാൻസ് ആണ് ആവശ്യപ്പെട്ടത്. ഇതിൽ 25 ഉണ്ട്. ഒപ്പം അച്ഛന്റെ ഫുൾ ഡീറ്റെയിൽസും. സ്റ്റെല്ല, ഓക്കെ ജി. ഒരാഴ്ചക്കുള്ളിൽ സംഗതി നടന്നിരിക്കണം. ഈ വിവരം ഞാനും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. Then okay, we will meet again. Sure. എന്തെങ്കിലും ചില്ലറോട് ചോദിക്കണോ? വേണ്ടേ? ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞത്. ഓക്കെ, ബൈ ബൈ. ഹായ്. ഹലോ, എങ്ങോട്ട് കയറി പോകുന്നു? എന്റെ വീട്ടിലേക്ക്. നീ ആരാടാ എന്നെ തടയാൻ? അളിയാന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത്. കഴിഞ്ഞ ആഴ്ച വരെ അളിയന്റെ വീടായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഇതെന്റെ പെങ്ങളുടെ വീടാ. വിടാനാ പറഞ്ഞത്? വിടാൻ. സ്വന്തം അളിയനോടാണ് ഈ രീതിയിലുള്ള അളിഞ്ഞ വർത്താനം പറയുന്നത്. ഇവൻ അങ്ങനെയേ പറയൂ. നിന്റെ ഒടുക്കത്തെ ഐഡിയ കാരണമാണ് ഈ പഴക്കിഴിയൊക്കെ ഇവിടെ കാവലിലെത്തിയത്. നിർത്ത്. എന്റെ അമ്മച്ചി, അളിയനും അളിയനും കൂടെ കണ്ട കീരിയും പാമ്പും പോലാണ്. കടിച്ചു കീറി അടങ്ങും. നിന്റെ അനിയനെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ, ഇല്ല നീ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. പോടാർക്കകത്ത് അടിക്കച്ചാവാം. പോയ അരിയന്തരായി. സക്സസ്. 25 ലക്ഷമാണ് അഡ്വാൻസ് ആയി കിട്ടിയിരിക്കുന്നത്. എന്റെ അറ്റുവമ്മച്ചി, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കണത്? വിശ്വാസം വരുന്നില്ല അല്ലേ? നോക്കേ, ഇനിയാണ് കുട്ടൻ ചേട്ടന്റെ വളർച്ചയുടെ യഥാർത്ഥ വഴികൾ തുറക്കാൻ പോകുന്നത്. ഈ മുറ്റം ബെൻസ് കാറുകൾ കൊണ്ട് നിറയും. ഒരു വീടല്ല, പല വീടുകൾ, കൊട്ടാരങ്ങൾ, റിസോർട്ടുകൾ, ഷോപ്പിംഗ് മാളുകൾ.
പറഞ്ഞു എന്നെ കൊതിപ്പിക്കാതെടാ. അല്ലെങ്കിൽ ആ ചെറുത്താനും ചേട്ടനും തമ്മിൽ നല്ല അത് രാശി. പിന്നെ പറയാനുണ്ടോ, രണ്ടും ഒരു ഫാമിലി അല്ലേ? അത് നീ എനിക്ക് കിട്ടുന്ന കൊട്ടിയതാണല്ലോ. ആ ചേത്ത അവിടെ പോയി. അത് ഭദ്രമായി ആ വട്ടം പാലന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ പ്രാന്തൻ അതിന്റെ വില അറിയില്ല. കോടികളാണ് ആ തലമേലിരിക്കുന്നത്. എന്നാ ഇന്നത്തേക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കട്ടെ. അയ്യോ അത് പറ്റില്ല, ഇനിയും ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ഈ മുറ്റം നിറയെ ബെൻസ് കാറുകൾ കൊണ്ട് നിറയണ്ടേ, മൾട്ടിപ്ലക്സുകൾ പൊങ്ങണ്ടേ, റിസോർട്ടുകൾ ഉയരണ്ടേ. ആ വേണം വേണം വേണം, വിട്ടോ വിട്ടോ വിട്ടോ. എന്നാ വന്നേ. അയ്യോ എന്റെ ദേവി. എടാ മുട്ട തലയാ, നീ എന്റെ കുട്ടൻ ചേട്ടനിട്ട് കഷ്ടപ്പെടുത്തിയല്ലോടാ. നിന്റെ ചേപ്പക്കുറ്റിക്കൊരൊറ്റ അടി. നീ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണല്ലടാ. നിന്നെ ഞാൻ ശ്വാസം മുട്ടിച്ചാവട്ടെ. വേണ്ട, ഇവിടെ കിടന്ന് ചത്താ പിന്നെ പ്രേതമായിട്ട് വന്നാലോ. നാട് കടത്താം. വരാൻ അല്പം വൈകിപ്പോയി, അതാ താമസിച്ചത്. അല്ലെങ്കിൽ ലേറ്റ് ആയി പോയിനെ. മുഴുവനുണ്ടല്ലോ. എന്ത് പണം? മൊത്തമായിട്ടുണ്ട്. എന്നെങ്കിതാ. വലത്തോട്ട് മാറി ഇടത്തോട്ട് മാറി ചാടി ചാഞ്ഞമർന്ന് കിടന്നുണ്ട്. അവന്റെ മണി മണ്ടിടത്തടി. ഞാൻ പോവില്ല, നീ പോടാ. നീ പോടാ കൊഞ്ഞാണി. ഇവളുടെ ഒരു കാര്യം. കടമാൻ പോർക്കെ ഇത് കണ്ട. ഈ കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ടെവിന് ഇത് എവിടെ പോയി കിടക്കുക? ഇതിന്റെ അടി കിടക്കും. ചത്തോ എനിക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാ. സാറിനെ ഇത്രയും നാളത്തെ കഷ്ടപ്പെടുത്തിയ അവനെ ഞാൻ ഇന്ന് കൊന്നു. ആരെ? ആ മൊട്ട ചെകുത്താനെ. എങ്ങനെ കൊന്നു? മൂക്കിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു. അത്രേ ഉള്ളോ? സാരമില്ല. ചത്ത് കഴിഞ്ഞപ്പോ ജഡം അലമാര വെച്ച് പൂട്ടിയല്ലേ? ജഡം ആരെങ്കിലും അലമാരിൽ വെച്ച് പൂട്ടുവോ? പിന്നെ ബുദ്ധൂസ് യവൻ കുഴിച്ചിട്ടാണ്. നമുക്ക് തോണ്ടിയെടുക്കാം. എവിടാ കുഴിച്ചിട്ടത്? ഇവിടെങ്ങാനും കുഴിച്ചിട്ടാ പ്രേതമായി വന്ന് ശല്യപ്പെടുത്തിയായിരുന്നു കരുതി ഞാൻ അവനെ ഞാൻ നാട് കടത്തി. ചതിച്ചോ ഈശ്വര? പരമദ്രോഹി, ദുഷ്ട. നീ ഏത് നാട്ടിലേക്കാടാ തല കടത്തിയത്? 67 വലത്ത്, 96 ഇടത്ത്, 186 നേരെ, 316 ഇടത്ത്, 468, പിന്നെ 160 ഇടത്ത്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഉറക്കം വരുന്നു.
എല്ലാം തൊലഞ്ഞല്ലോ സഹൃദയ. എന്താ ഈ 120, 316 വലതും ഇടതൊക്കെ? കാട്ടിലെ വഴിക്കണക്കാ ഈ നടക്കുന്ന അടികളുടെ എണ്ണം, തിരിവ്, മറിവ്. അത് വെച്ച് ഇപ്പൊ തന്നെ നമുക്ക് പോയി തപ്പാം. ബാ. നേരെ ഒന്ന് വെളുത്തോട്ടെ ഏട്ടാ. തേവി ചെരു തേവി തേടിട്ടു വന്നു നിശ്ചയവാലയം കാൺവാ തേടിട്ടു വന്നു. ഇതെന്ത് ഭാഷയാ? പണിയാ വിളിച്ചിട്ടും വരുവെക്കാന്. നീ വഴി കാണി. ഓക്കെ താങ്ക് യു. താങ്ക്സ്. മിടുക്കൻ. ഇത് സെപ്റ്റിക് ടാങ്ക് ആണോ അതോ പാതാളോ? ഞാൻ പാതാളത്തിലേക്കുള്ള വഴി അല്ല പറഞ്ഞുതരാൻ പറഞ്ഞ്. ഓട്ടെ, ഞാൻ സഹിച്ചു. എന്റെ പൊന്നല്ലേ, ഒന്ന് പറഞ്ഞേടാ, ആ പ്രതിഭ നീ ആർക്കാ കൊണ്ട കൊടുത്തേ? എനിക്കിപ്പോ സമയമില്ല. പേരപ്പുറത്ത് ഒരു പശുവിനെ കറക്കണം. കറന്ന് സൊസൈറ്റിക്ക് കൊടുത്ത് കാശ് വാങ്ങി രാമേട്ടന്റെ കടന്ന് ചായ കുടിക്കാനുള്ളതാ. രാമേട്ടന്റെ കടന്ന് ഞാൻ ചായ വാങ്ങിച്ചു തരാം. നീ ഇന്ന് പശുവിനെ കറക്കണ്ട, അത് ചത്തുപോടാ. അയ്യോ, അത് പറ്റൂല. പയ്യനെ കറന്നില്ലെങ്കിൽ അകിടി വീർക്കും. വീർത്ത് പൊട്ടും. ഒറ്റ പുറപ്പുറത്തോടെ പാലാവില്ലേ? പാലല്ല, പാൽ പായസോ. വഴി പറഞ്ഞാടാ തെണ്ടി പ്രാന്ത. അങ്ങനെ മര്യാദക്ക് ചോദിക്കും. 67 വലത്, 67 വലത്, 96 ഇടത്ത്, 67 വലത്, 96 ഇടത്, 156 നേരെ, 316 ഇടത്ത്, 468, പിന്നെ 160. ചേട്ടാ 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 ചേട്ടോ ചേട്ടാ 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 എന്താടാ? ചേട്ടൻ എണ്ണം പഠിക്കുവാണോ? അല്ല, ഞാൻ ഉണ്ണാൻ പഠിക്കാം. ഇനി വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. ഓ, ഇവിടുത്തെ ചെക്കന്മാരെ കൊണ്ട് തോറ്റു. മോനെ, കൊച്ചു താഴത്തേക്കുള്ള വഴി ഏതാ? എടാ കൊച്ചിനെ, കൊച്ചു താഴത്തേക്കുള്ള വഴി ഏതാന്ന്? ഇങ്ങനെ പോയ ഒരു കോത്താഴത്തെത്തും. കോത്താഴം അല്ല, കൊച്ചു താഴം. കോത്താഴത്തിന്റെ തൊട്ട് താഴെയാ കൊച്ചു താഴം. 200. വീണ്ടും തെറ്റിയല്ലോ തൈക്കഴിയാ. ഇക്കാലത്തെ ചെറുപ്പക്കാരോട് വഴി ചോദിച്ചാൽ പറയത്തൂല്ല, ഒന്നും അറിയത്തൂല്ല. ഓരോന്നിങ്ങനെ ഇറങ്ങിക്കോളും. 158, 159, 160. എടത് ഇത് പിടിക്കാൻ പ്രതിഭയില്ലാതെ എന്ത് ചെയ്യും? എന്താ? ഞാൻ പ്രതിമ തകർക്കാനാണോ? തകർക്കാനാണോന്ന് ചോദിച്ചാൽ അത് ഉരുക്കി പൊടിച്ച്. അപ്പൊ ഇന്നലെ വന്നവൻ തന്റെ ആളാണല്ലേ? അപ്പൊ എനിക്ക് എണ്ണം തെറ്റിയില്ല. അപ്പൊ എണ്ണിയാണ് പരിപാടി. അവൻ എന്റെ വകയിലൊരു അനിയനാ. ലേശം ബുദ്ധിഭ്രമമുണ്ട്. അപ്പൊ തനിക്ക് പ്രതിമ ഉടക്കലാണ് പണി എന്ന് പറഞ്ഞൂടാ. പ്രതിമ കിട്ടിയാൽ ഉടച്ച് വേണേലൊരു കഷ്ണം നിങ്ങൾക്ക് ഉടയ്ക്കാൻ പ്രതിമ വേണമല്ലേ? അല്ലാതെ ഉടയ്ക്കാൻ പറ്റില്ല. അയ്യോ, ഉടയ്ക്കാൻ ഒരു പ്രയാസമില്ല. ഞങ്ങൾ അതിന്റെ എക്സ്പെർട്ടാ. വി ആർ ദി എക്സ്പെർട്ട് ഓഫ് ദി ഉടക്കൽസ്. ആണോ? വലിയ ഉപകാരം. ഉടച്ച് ഉരുക്കാൻ അറിയാമോ? പിന്നെ ഇവൻ ഉരുക്കലിന്റെ സ്പെഷ്യലിസ്റ്റാ. ഉരുക്കി ഷേപ്പ് മാറ്റി എടുക്കണം. അതിന് ഞാനാ മെടുക്കാൻ ഷേപ്പ് മാറ്റാൻ. ഓ, തേടിയ വള്ളി കൈ ചുറ്റി. എവിടെ വെച്ചാ ഉരുക്ക? ഇവിടെ വെച്ച് വേണോ അതോ ഞങ്ങളുടെ വീട്ടിൽ? അവിടെ വരെ പോകുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ? ഇവിടെ വെച്ച് തുടങ്ങാം. അതെങ്ങനെ? How is it possible? That is not impossible. കാണിച്ചു തരാം. തൂക്കി പിടിച്ചോ. ഇനി ഉരുക്കാം. വിവരങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. എന്താ ഇത്? കുട്ടികളെ പോലെ. ഏട്ടനോട് ഏത് പാപത്തിന്റെ ഫലങ്ങളാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇപ്പൊ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി.
ഈ ഏട്ടനുള്ളപ്പോ നീ എങ്ങനെ ഒറ്റയ്ക്കാവുക? പോയവരൊക്കെ താനെ മടങ്ങി വരും, ഇല്ലെങ്കിൽ നമുക്ക് വരുത്താം. വേണ്ട, അവളെ നീ നിലയിലാക്കിയത്. അവളെ നീ വരണ്ട. അതൊക്കെ നീ ഒരു ആവേശത്തിന്റെ പുറത്ത് പറയുന്നതാ. തെറ്റിതിരുത്താൻ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം. സാറേ, ഇവിടത്തെ ചേച്ചി അവിടെ. നിനക്കെങ്ങനെ ചേച്ചി അറിയാം? ഇതുവഴി പോയപ്പോ ചേച്ചിയിലെ എന്നെ സഞ്ചി ചോദിച്ചു വാങ്ങിച്ചത്. മുഴുവൻ ഉണ്ടോന്ന് ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പിടിച്ചു വാങ്ങിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് കഥ. ഞാനിവിടെ ഇല്ലായിരുന്നു. സാധാരണ തമിഴൻ സഞ്ചിയിലാണ് ക്യാഷ് കൊണ്ടുവരാറ്. ചിലപ്പോ അതാണെന്ന് കരുതിയായിരിക്കണം അവള്. ആ സഞ്ചി അകത്തുണ്ടോ? ഇല്ല, അവളെല്ലാം വാരിക്കെട്ടിയാ പോയത്. എന്നാ നീ പേടിക്കണ്ട. നിന്റെ ഭാര്യയുടെ അമ്മായി അച്ഛന്റെ അഹങ്കാരം ഇന്നത്തോടെ തീരും. നീ രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. ചേട്ടൻ എന്തീ പറയുന്നത്? എടാ, സഞ്ചിക്കകത്ത് മാൻഡ്രേക്കിന്റെ തലയായിരുന്നു. ഈശ്വര, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. നഷ്ടപ്പെട്ടതൊക്കെ അന്യായമായി നേടിയതാ. അത് പോകാനൊരു കാരണം, അത്രേ ഉള്ളൂ. നിനക്ക് ആരോഗ്യവും കഴിവൊക്കെ ഉണ്ടല്ലോ, എല്ലാം തിരികെ വരും. എത്രയും പെട്ടെന്ന് ആ പ്രതിമ നമുക്ക് അവിടുന്ന് തിരിച്ചെടുക്കണം. വേണ്ടേട്ടാ, കുറച്ചനുഭവിക്കട്ടെ. കണ്ണി ചോരയില്ലാത്ത വർഗങ്ങളാ. ഇപ്പൊ ആവശ്യം നമ്മുടേതാ. നിന്റെ അമ്മായിയപ്പൻ എന്നെ കണ്ട ചതുർത്ഥിയാ. അതുകൊണ്ട് നീ തന്നെ എങ്ങനെയെങ്കിലും. ഞാൻ എങ്ങനെ അവിടുന്ന്? വഴിയുണ്ട്. നമോ വാഗം. വരണം വരണം, ഉപവിഷ്ടരായാലും. സമസ്തേ ഭൂരിതേ സഹസ്രം ജനിതേ കൃപാകടാക്ഷ ദുരിതം ഭവന്തു. സമസ്തം ചിന്തിച്ചപ്പോ ഈ വീടിന് ആയിരക്കണക്കിന് മാരക ദുരിതം ബാധിച്ചിട്ടുണ്ടെന്നാണ് സ്വാമിജി പറയുന്നത്. സമസ്ത പിശാചതേ പ്രതിമാം ഫല ദുരിത സകല ദുരിത ഭരിത കഷ്ടകാല സംഹിത നാശോപനിഷത്ത്. പൈശാചികമായ ഒരു ഭീകരശക്തി വിഗ്രഹ രൂപത്തിൽ കഷ്ടകാലത്തിന്റെ ദുരിതവുമായി ഇവിടെ അവതരിച്ചിട്ടുണ്ടെന്നാണ് സ്വാമിജി പറയുന്നത്. ഈശ്വര, ഇതെങ്ങനെ അവിടെ നിറഞ്ഞു? കാൽക്കൽ വീണാഥ ഭദ്ര പരിഹാര നഹീം ഈ ഭക്ത ഉടലെ കുണ്ടാഗ്ര ബുദ്ധി വിനാശ. കാൽക്കൽ വീണ ഉടനെ പരിഹാര നടപടി കണ്ടില്ലെങ്കിൽ ഈ ഭക്തനെ ഉടലോടെ കുണ്ടാഗ്ര ചെയ്ത് നശിപ്പിക്കുമെന്നാണ് സ്വാമിജി പറയുന്നത്. സ്വാമി രക്ഷിക്കണേ. തത്വമേം ഗമാമി ധൃതീം. സ്വാമിജിക്ക് ധൃതി അടിയനെ കൈവടിയരുത്. നാ സത്യാഹി വഴിയും സഹസ്രം സമസ്തം ദുരിത അനുഭവീഭവ. അനുഭവിക്കല്ലാതെ വേറെ വഴിയില്ലെന്നാണ് സ്വാമിജി പറയുന്നത്. ഹസ്തം തൊട നാരി ചഞ്ചല മസ്തിഷ്കേ ഭ്രാന്തസ്യ ശരീരമസ്യശ്ചുര്യഞ്ചിതം. ആ പ്രതിഷ്ഠയെ തൊട്ട നാരിക്ക് ചിത്തഭ്രമവും ദേഹമാസകലം ചൊറിയും വരും എന്നാണ് സ്വാമിജി പറയുന്നത്. മറ്റു കഷ്ടകാലം ഗംഭീരമായിരിക്കും. സോറിയാസിസ് പോലുള്ള അസുഖങ്ങളാണ് സാധാരണ വരാറ്. എനിക്കറിയില്ലായിരുന്നു സ്വാമി. എന്ത് ചെയ്യാൻ അനുഭവിച്ച് തീർക്കുക തന്നെ. സ്വാമിജി നമുക്ക് ഗമിക്കാം. സ്വാമി, ഈ ആപത്തിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ജപഹിതം സ്വർണ താമ്പൂലാദി ഗംഗാ യമുന കാവേരി ജലസ്യേ സഹസ്രകോടി അർച്ചന ഫലം നിശ്ചിതം ലക്ഷം പണഹിതം. സ്വാമിജി അതൊക്കെ എന്തായാലും പറഞ്ഞോളൂ. സഹസ്രകോടി അർച്ചന, അതും ഗംഗാ യമുന കാവേരി ജലമധ്യത്തിൽ പീഠമൊരുക്കി. ഒരു സാധാരണക്കാരൻ അതിന്റെ ചെലവൊക്കെ താങ്ങാനാവൂ. 3-4 ലക്ഷം രൂപ വരെ ഞാൻ ശ്രമിച്ചാൽ ഒപ്പിക്കാം. 5 ലക്ഷം മതിയും സ്വീകാര്യം. 5 ലക്ഷം രൂപയെങ്കിലും ചെലവാക്കാമെങ്കിൽ നടക്കുമെന്നാണ് സ്വാമിജി പറയുന്നത്. അച്ഛാ, എന്റെ ആഭരണങ്ങളും കൂടി കൊടുക്കാം. ഞങ്ങളെ രക്ഷിക്കണം. ശാന്തി. താൽക്കാലികം മതി. സംഗതിയാക്കോ. അതെ, ഇപ്പൊ തരാം. അബലേ മാനഹ ഭാരത ശ്രീണാഞ്ച ചിത്താം ഭവസ്യ. അങ്ങയുടെ അവിവേകം പോലെ അടിയന്റെ അവിവേകം പൊറുക്കണം സ്വാമി. നമുക്ക് സ്പീഡിൽ ഗമിക്കാം. സ്വാമിമാര് വടിയായെന്ന തോന്നുന്നു. വാ മക്കളെ. എന്റെ കൂടപ്പിറപ്പിനെ ജയിലിലടച്ചവരവര്. ഒരു ലക്ഷ്യവും കാണാതെ ആ പ്രതിമയെ കുറിച്ച് അവർ ലോകത്തെ അറിയിക്കില്ല. അവരുടെ ലക്ഷ്യമെന്താണ്? അവരുടെ ലാഭം എന്താണ്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞേ തീരൂ. അവരെ നിഴൽ പോലെ നിങ്ങൾ പിന്തുടരണം.
ഓരോ വിവരവും എനിക്ക് അപ്പപ്പോൾ കിട്ടണം. അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. മനസ്സിലായോ? യെസ് ബോസ്. ഞാൻ അറിയാതെ ഒരു മൂവ്മെന്റും നടത്തരുത്. ആവശ്യമുള്ള സഹായങ്ങൾ അനന്തനോട് ആവശ്യപ്പെട്ടാൽ മതി. ഒരു കാര്യം പ്രത്യേകം ഓർമ്മയുണ്ടായിരിക്കണം. നമ്മുടെ നീക്കങ്ങൾ അതീവ രഹസ്യമായിരിക്കണം. ശരി ബോസ്. എങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ. വാടാ. ചെകുത്താന് ചോരയില്ലല്ലേ? ഞാൻ നേരത്തെ ശ്വാസം മുടിച്ച് കൊന്നുകൊണ്ടാ പാവം പിടക്കാത്തത്. മേസ്തിരി, മുറിച്ചത് കൊണ്ട് മാത്രമായില്ല, ഉരുക്കി ചെറിയ ചെറിയ മണികളാക്കി തരണം. കുഴപ്പം പിടിച്ച പണിയാ. ഇതിൽ ഞാൻ കൈ കൊണ്ട് തൊടത്തില്ല. എന്നാലും ശരിയാക്കി തരാം. കൂലി കുറച്ച് കൂടും. അതൊക്കെ തരാം. മണി ഉണ്ടാക്കുമ്പോ എനിക്കൊരു മണി വേണം. പശുവിന്റെ കഴുത്തി കെട്ടാനാ. അത് ഞാൻ തരാം. ആശാനെ, ഉരുക്കലൊക്കെ അടുക്കളയിൽ വെച്ചു മതി. ബാല, നീ കൂടി ചെല്ല്. ചെല്ല് ചെല്ല്. പണി സാധനങ്ങളൊക്കെ എടുത്തോണ്ട്. ചേട്ടാ, ഭാഗ്യം, അലമാരയ്ക്കൊന്നും പറ്റിയില്ല. ചേട്ടാ, കാളിനെക്കാളും അലമാരയാണ് വലുതല്ലടാ. ഇന്ന് കുട്ടന്റെ കാശും വാങ്ങിക്കൊണ്ടേ പോകും. നീ ഏതാടാ? ഞാൻ മണികണ്ഠൻ. മണികണ്ഠൻ. എന്താടാ നിന്റെ കാതിലൊക്കെ? ഇത് സ്റ്റഡാ സാറേ. സ്റ്റണ്ടോ? സ്റ്റണ്ടല്ല, കടുക്കൻ. കടുക്കൻ. മിക്കവാറും നിനക്കിത് കടുക്കും. എവിടാ കുട്ടൻ? അളിയനിപ്പോ ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ല. ആ ചെകുത്താന്റെ ഒപ്പം അകടപ്പ്. നീ ആ ചെകുത്താന്റെ ആരാ? ആളിയൻ. എന്നാളിയൻ ചെന്ന് പെങ്ങളോട് പറ, സബ് ഇൻസ്പെക്ടർ കിടക്കാൻ വിളിക്കുന്നു. ചേച്ചി, ഇതേ ഒരു സബ് ഇൻസ്പെക്ടർ കിടക്കാൻ വിളിക്കുന്നു. കിടക്കാനല്ലടാ, എന്നെ സ്ത്രീപീഡനത്തിനകത്ത് കയറ്റോടാ. എടാ കിടക്കൻ, കിടക്കൻ. ചേച്ചി, കിടക്കാനല്ല, കിടക്കാനാണ്. ചേച്ചി, ചേച്ചി. സൂപ്പർ ഹൗസ്. വിളിക്കടാ. എന്തൊരു സാറേ ത്രിസന്ധിക്ക് ഇരിക്കുന്ന? എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് കുട്ടനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. സാറേ ചതിക്കല്ലേ സാറേ, അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിന് ദുർഗതിയാ. ഇനി അധോഗതി വരാണ്ടിരിക്കാനാ എന്നെ കാണേണ്ട രീതിയിൽ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ബിസിനസ് ഒക്കെ വലിയ മോശമാ സാറേ. ആ കള്ളം കാരണം ഇപ്പൊ കസ്റ്റമേഴ്സ് ഒന്നും വരണില്ല. അതെ, സങ്കടം കേട്ടാൽ അലിയുന്നവരല്ല പോലീസ്. കാശ് തന്നില്ലെങ്കിൽ ഞാൻ കുട്ടനെ പൊക്കി സെൻട്രൽ ബോൾട്ട് ഇളക്കി സെൻട്രൽ ജയിലിലേക്ക് തട്ടും. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പണയണം? ഇപ്പൊ സാറിന് എത്ര വേണ്ടി വരും? 2 ലക്ഷം. അയ്യോ, അത്രയൊക്കെ ഇപ്പൊ ഉണ്ടാവൂന്ന് അറിഞ്ഞൂടാ. ചേച്ചി, ഒരൊറ്റ കാശ് കൊടുക്കണ്ട. അളിയനെ വേണമെങ്കിൽ ഇയാൾ പൊക്കി കൊണ്ടുപോയി ജയിലിലിട്ടെ. അളിയനെ മാത്രമല്ല, മോഷണം മുതൽ സൂക്ഷിച്ചതിന് നിന്നെ അടക്കം ഞാൻ പൊക്കി അകത്താക്കും. പോട്ടെ സാറേ, ചെറിയ കൊച്ചല്ലേ, അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ ഒരു 50,000 രൂപ തരാം. പിന്നെ കിട്ടുന്നതിനനുസരിച്ച് തന്നോണ്ടിരിക്കാം. ഉപദ്രവിക്കരുത്. 50 50 പെട്ടെന്നെടുക്ക്. അതെ, ഈ പാഷാണത്തിക്രമിയെ 3 നേരം ചാപ്പാടും കൊടുത്ത് ഇവിടെ ഇട്ട് വളർത്തുന്നത് വേസ്റ്റാണ്. ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കാതെ ഇന്ന് തന്നെ പറഞ്ഞു വിട്ടോണം. ഇനി അവൻ കഴിപ്പണം കേട്ടോ ഒന്നും പറയില്ല കേട്ടാ. ഇരിക്കണം, ഇപ്പൊ പൈസയും കൊണ്ടുവരാം. ഇപ്പൊ വരാം. SI സാറിന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തോണ്ട് വാ. വെള്ളം പാലായാലോ സാറേ? ആയിക്കോട്ടെ. കാണാനുണ്ടല്ലോ, കാശിന് പോയരാ. താങ്ക് യു. കള്ളവോട്ടൊന്നും അല്ലല്ലോ. എന്നെ പാഷാണത്തിൽ കൃമിയെന്ന് വിളിക്കുവല്ലോ. നിന്നെ ഇന്ന് ഞാൻ വയറിളക്കി കിടത്തോടാ. തെവച്ചുണ്ട് നുള്ളി പറക്കി എണ്ണി എടുത്തോണ്ട് വന്നാണ് സാറിന് വേണ്ടി. ശരി, എന്നാ പോട്ടെ പെങ്ങളെ. പാൽ, നല്ല ശുദ്ധമായ പശുവിൻ പാൽ കുടിക്കു സാറേ. അനിയൻ കുടിച്ചോ? ഞാൻ ഈ സമയത്ത് പാല് കുടിക്കില്ല. അനിയൻ കുടിച്ചോ? അല്ല, അതല്ല, എനിക്ക് ശീലമില്ല, അതുകൊണ്ടാ. ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്? കുടിയടാ. ഞാൻ സാറിന് കൊണ്ടുവന്ന പാലല്ലേ, പിന്നെ ഞാൻ കുടിയടാ. സാറ് പറഞ്ഞാൽ നിനക്ക് അനുസരിച്ചൂടെ? നമ്മളെ നല്ലതിന് വേണ്ടിയല്ലേ അങ്ങനെ പറയണേ? നിന്റെ ശരീരം കണ്ടാത്തൊന്നും പോഷകാഹാരത്തിന്റെ കുറവുണ്ടെന്ന് അല്ലേ? കുടിയടാ. ഞാൻ കുടിക്കാൻ ശരിയാവൂല സാർ. കുടിയടാ.
എത്ര സ്പൂൺ വിമ്മിട്ടു? 2. ഇത് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആവട്ടെ. ഇനി നിന്റെ സ്റ്റഡ് അങ്ങ് ഊരിപ്പോയി എന്ന് കരുതിയാ മതി 2 ദിവസത്തേക്ക്. വഴിമാറടാ. കണ്ടോ കണ്ടോ, ഇത് വെറും മണികളല്ല, പാരമണികൾ. ന്യൂക്ലിയർ ബോംബ്. ഈ കുരിശുമാലയിൽ ഒരു മണി കൂടെ വിളക്ക് ചേർത്ത് നാളെ അച്ചായന്റെ കയ്യിൽ കൊടുക്കണം. എവിടെ വെച്ച് എവിടെ വെച്ച് എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സംഗതി കുഴപ്പിക്കാതെ നടത്തി തന്നാ മതി. പാര വെക്കാൻ നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ അത് വിട്ടുപോയി. പാരവെപ്പിന്റെ ഉസ്താദാണല്ലോ ചേട്ടൻ. ഓരോ മണിക്ക് ഓരോ കോടി. എന്റെ ഈശ്വര, ഞാനിതൊക്കെ എവിടെ കൊണ്ട് വെക്കും? കോടികൾക്കൊപ്പം ചിലപ്പോ ഇടിയും വരും, മറക്കണ്ട. ഇടിയുടെ വേദന കോടികൾ മാറ്റിവിടാ സഹൃദയ. എനിക്കും വേണം കോടി. എന്തിനാ കോടി? എന്തിനാ ഉടുക്കാൻ? കഴിഞ്ഞ ഓണത്തിന് കോടി കൊടുത്തതാ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ബാല, നീ പോയി 2 ചായ എടുക്ക. ചായ പുളിയിട്ടാണോ ഉപ്പിട്ടാണോ? പഞ്ചസാര ഇട്ട് എടുക്ക് ബാല. ഇവിടെ നിന്ന് അങ്ങോട്ട് പാരകളുടെ ഘോഷയാത്രയായിരിക്കും. നമ്മുടെ ടൈമിംഗ് കറക്റ്റാ. ദേ ആ വരുന്നത് ആ കക്ഷി. ബാക്കി പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഈ ഏരിയയിൽ തന്നെ കാണും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചാക്കോച്ചനല്ലയോ? അച്ഛൻ ഓർമ്മ കാണും. 5-6 വർഷം മുമ്പ് മറ്റിടത്ത് ജോണിയുടെ കുട്ടിയുടെ മാമോദിസ ചടങ്ങിന് വന്നപ്പോ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ഇപ്പൊ തൊപ്രാങ്കുടിയുടെ വകയിലാ. ഞാൻ മറന്നുപോയി. എന്റെ ഈശോയെ, എപ്പോ? ആട്ടെ, അച്ഛൻ എന്താ ഇവിടെ? അച്ഛൻ എന്നാ പള്ളിക്കാര്യൊന്നു. സൺഡേ സ്കൂളിലേക്ക് ഒരു അധ്യാപകനെ തേടി വന്നതാ. എന്നാ പിന്നെ ഇവിടെ കയറി ചാപ്പാട് പഠിച്ചേച്ച് പോകാന്ന് വിചാരിച്ചു. അതിരിക്കട്ടെ, പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുന്നെന്ന് കേട്ടു. അച്ഛൻ എങ്ങനെ അറിഞ്ഞു? ജോളിയുടെ കെട്ടിയവും പറഞ്ഞിട്ടുള്ള അറിവാ. നേരാ, വിദേശികളുമായിട്ടാ പങ്ക്. അതൊന്ന് പേപ്പറിലാകുന്നവരെ ആദ്യ. അതാ പള്ളിയില് കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് ആദ്യം വ്യഥയും ഒക്കെ മാറുമെന്നേ. ഈ അവസരത്തില് മനോബലം നൽകുന്ന ഒരു വസ്തു എന്റെ പക്കലുണ്ട്. വിശേഷപ്പെട്ട കൊന്തയായത്. സന്തോഷമായി എടുത്തോളൂ. വിശുദ്ധ നാട്ടിലൊരു യാത്രയ്ക്ക് പോയപ്പോ ആരോ കൊണ്ടുവന്നതാ. ഇതോടെ ചാക്കോടെ ആദിയും വ്യഥയും ഒക്കെ മാറും. കർത്താവ് പരീക്ഷിക്കും, ഒപ്പം സാത്താനും പരീക്ഷിക്കും. പരീക്ഷണങ്ങളിൽ കാല് സ്ലിപ്പ് ചെയ്ത് വീഴരുത്. സന്തോഷമായിട്ട് പോയി വരും. ഇനി നിന്റെ പാതയിൽ നന്മയുടെ പൂക്കൾ മാത്രം. അരുത്, പള്ളി അങ്കണത്തിൽ വെച്ച് മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്തത് അത് ദൈവകോപത്തിനിടെ. ശരി അച്ഛാ, പോയി വരും. അച്ചോ അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും വല്ലപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വല്ലപ്പോഴും ഒന്ന് ഉദ്ദേശിച്ചത് എല്ലായ്പ്പോഴും എന്നാണ്. എന്താ കുഞ്ഞാട്ടിന്റെ പ്രശ്നം? അച്ഛനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഞാനും. ഏത് ഇടവകയിലെയാ? ഞാൻ പലവകയില. പലവകയോ? പലവക ഇടവകയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ചെകുത്താമുക്കത്ത് കേട്ടിട്ടുണ്ടോ? മൂന്നാറിനടുത്ത്. അതിന്റെ വലത് ഭാഗത്താണ് ഈ പലവക ഇടവക. അച്ഛൻ ഇവിടെ? ഞാൻ ചാക്കോച്ചനൊപ്പം വന്ന വരട്ടെ. അച്ചോ, ഒരു സംശയം. എന്നെയോ? അച്ഛനെ എന്തിനു സംശയിക്കണം? ഈ ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളയാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തന്നെ പോലെ വേസ്റ്റ് ആയതുകൊണ്ട്. 17-ാം അധ്യായത്തിൽ 37, 96, 102 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കൂ. അതിനർത്ഥം കിട്ടും. അയാൾ ബൈബിൾ എടുത്തപ്പോഴേ ഞാൻ വലിഞ്ഞു. എങ്ങനെയുണ്ട് പെർഫോമൻസ്? ഓ, കർത്താവിന് സ്തുതി. ദൈവമേ രക്ഷിച്ചു. പേടിക്കണ്ട, പെട്രോളിലെ കരട. വരണം വരണം. നിങ്ങളുടെ ചെകുത്താന്റെ പവർ അപാരം തന്നെ. പറഞ്ഞ പ്രകാരം മുഴുവൻ തുകയും കുട്ടന്റെ ഭാര്യയുടെ അടുക്കൽ എത്തിച്ചിട്ടുണ്ട്. അറിഞ്ഞു, താങ്ക്സ്. ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഇനി വേറെ ആരെങ്കിലും തകർത്ത് തരിപ്പണമാക്കണോ? അതിനൊന്നുമല്ല, നമുക്കൊന്ന് ആഘോഷിക്കാനാ. അയ്യോ, അതിന്റെയൊക്കെ ആവശ്യം എന്താ സഹൃദയ അങ്ങനെ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം വേണ്ടിയല്ലേ? എല്ലാം റെഡിയല്ലേ? എല്ലാരും സെലിബ്രേറ്റ്.
ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഇതെന്ത് വേഷ ഇത്? ഷെർലക് ഹോംസോ? ഇവൻ എന്റെ കാരിയറാണ്, ലോഹവാഹകൻ. ഇവന്റെ വേഷഭൂഷാദികൾ ഈ തൊഴിലിന് അനിവാര്യമാണ്. ഐ ആം സൂപ്രണ്ട് ഓഫ് ദിസ് മാൻ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. വെയിറ്റ്. അതെ, ഇവരെയൊക്കെയാണ് ഇനി പ്രധാനമായി ടാർഗറ്റ് ചെയ്യുന്നത്. വായിക്കൂ. ഗുണശേഖരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റി. ഫ്രാൻസിസ് ജോസഫ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KSEB. ഡോക്ടർ സീതാറാം, ഹെൽത്ത് സർവീസ് ഡയറക്ടർ. ദെൻ സെഷൻസ് ജഡ്ജ് അഹമ്മദ് റഷീദ് കാരാപ്പറമ്പിൽ. ഇവരൊക്കെ അഴിമതിക്കാരും സാമൂഹ്യ വിരുദ്ധരുമാണ്. ഇവർക്കെല്ലാം ഇട്ട് പാരപണിയാ. എന്ത് കിട്ടും? നമുക്ക് പുണ്യം കിട്ടും. പുണ്യം കൊണ്ട് ഞണ്ണാൻ പറ്റില്ലല്ലോ. ഈ ഓമനക്കുട്ടൻ ആതുര സേവന തൽപരനല്ല. തെങ്ങിന്റെ ചോട്ടിക്കൂടെ നടന്ന തേങ്ങ, മാവിന്റെ ചോട്ടിക്കൂടെ നടന്ന മാങ്ങ. വെറുതെ പോകുന്ന വണ്ടി മെക്കിട്ട് കയറുക. ഇതൊക്കെ സഹിക്കുന്ന ഞാനാ. വേണ്ട, ഇനി സഹിക്കണ്ട. നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലോഹം ഞാൻ ഇന്റർനെറ്റിൽ ലേലത്തിന് വയ്ക്കാൻ പോവുക. മനസ്സിലായില്ല. ഈ ലോഹം മാനവികതയുടെ സുരക്ഷിതമായ നിലനിൽപ്പിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആർക്കും ഈ ലേലത്തിൽ പങ്കെടുക്കാം. ഏറ്റവും കൂടുതൽ തുക നൽകുന്നയാൾക്ക് നാം ഇത് നൽകും. ആ തുകയുടെ 50% നമ്മൾ ചാരിറ്റീസിന് വേണ്ടി വിനിയോഗിക്കും. 50% ചാരിറ്റിക്ക് വേണ്ടി നൽകണം. അതെ, സാധ്യമല്ല. എങ്കിൽ ചേട്ടൻ പാര വെച്ച എല്ലാവരെയും ഞാൻ വിവരം വിളിച്ചു പറയും. അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാമല്ലോ. സഹൃദയ, സറണ്ടർ ആകുന്നു. എങ്കിൽ കൃത്യം 3 മണിക്ക് പാരയുമായിട്ട് എന്റെ വീട്ടിൽ വരണം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു കാറ് കഴിക്കല്. പണ്ടളിയാൻ പട്ടീനെയും കുളിപ്പിച്ച് കാറും കഴുകി കിടന്നപ്പോ ഞാൻ കുറെ കളിയാക്കിയിട്ടുണ്ട്. അതിന് ദൈവം തന്നെ ശിക്ഷയാണ്. എന്തരപ്പി, നേരങ്ങൾ ഒരുപാടായില്ലേ? മേലനങ്ങാതെ എല്ലിന്റെ ഇടയിൽ കൊഴുപ്പുകൾ കൂടിയത് കൊണ്ടാണ് നിന്നെ കൊണ്ടിത്തിപ്പോരെങ്കിലും വേലയിപ്പിക്കണം. നിന്റെ ചതകൾ അനങ്ങി പണിയടാ. കൊഴുപ്പുകളെങ്കിലും കുറയിട്ട്. എവിടെ നമ്മുടെ ഡ്രൈവർ? ഞാൻ കണ്ടില്ല. ഞാനിവിടെ ഉണ്ട് മാഡം. നീ വണ്ടിക്കകത്ത് എന്തര് ചെയ്യണ്? വണ്ടി തണുപ്പിക്കായിരുന്നു. കണ്ട് പടിയടാ അപ്പി, കണ്ട് പടി. ഈ മാഡം വരണതിന് മുമ്പ് യാക്സികളൊക്കെ ഇട്ട് വണ്ടി തണുപ്പിച്ചിട്ടിരിക്കണണ്ട. ചെല്ലും വിളിയുള്ള ഡ്രൈവർമാരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. എന്നാ പിന്നെ ഒരു കാര്യം, ചേച്ചി ഒരു കാന്ത താക്കോലി കാട്ടുന്ന ഞാൻ ലോകത്ത് കയറി തണുപ്പിക്കാം. എന്നിട്ട് വേണം പെമ്പിള്ളരുടെ കോളേജിന്റെ മുമ്പിൽ പോയി വായി നോക്കിയിരിക്കാൻ. കഴിഞ്ഞ ആഴ്ചയിൽ നിനക്ക് വേണ്ടി ഞാൻ 12,000 രൂപയാണ് കേട്ടാ കൊടുത്തതാ കിടക്കന്. എന്നെ കൊണ്ടൊന്ന് കെട്ടിച്ചാലെന്താണ് ചേച്ചിക്ക്? അതിന് നിന്നെ കെട്ടാൻ ചുണയും തന്റെ ഉള്ള ചെറുക്കന്മാരെ കിട്ടണ്ടേ ചേച്ചി? എടാ, ആദ്യം നീ നിന്റെ കഴുത്തിലും കാതിലും കിടക്കണ ഉരുപ്പടികളെ കഴിച്ച് മാറ്റ്. എന്നിട്ട് മൂക്കിന് താഴെ ഇത്തിപ്പൂരെ പൂട വളർത്തണോടാ. പൂച്ചയ്ക്ക് വരെ ഉണ്ടല്ലോടാ പൂട. അതുകൂടി നിനക്കില്ലല്ല. നിന്നെ കണ്ട ഒരു പെണ്ണിനാണായിട്ട് തോന്നാൻ തനിക്കില്ല. അത് ഡ്രൈവർമാർക്ക് മീശ വേണോന്നില്ല. നിന്റെ കൂടിയാണ് ഞാൻ പറഞ്ഞത്. നിന്റെ കൂടി കേക്കാൻ പറ്റുമോ? അയ്യോ വരണടാ കിടുക്കൻ. അപ്പി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയില്ലേ കളെ? പറയല്ലേ? നന്ദന മേഡത്തെ വിളിക്കാം. മാഡം അവിടെ ഇല്ല, ഓഫീസിൽ പോയി. കഷ്ടമായല്ലോ. പോലീസിനെ കണ്ണിറക്കി കാണിക്കുന്നോടാ തെണ്ടി. കാണിച്ചല്ലേ ചേച്ചി കാണിക്കത്തുണ്ട്. ചേച്ചി വാടാ. വണ്ടിക്കകത്താരടാ? വണ്ടിക്കകത്താരുമില്ല. ഈ വണ്ടിക്കകത്തല്ല, ഈ വണ്ടിക്കകത്ത്. ആ വണ്ടിക്കകത്ത് കൊച്ചമ്മ. ഇത് നേരത്തെ പറഞ്ഞൂടേടാ. നേരത്തെ ഇവിടെ ഒന്നും ഒഴിച്ചു വെക്കരുത്. മാറിയെന്ന് ഒഴുക്ക്. നമസ്കാരം. വണ്ടിയുടെ എക്സിയുടെ സ്കൂളിംഗ് ശരിയാണോ എന്ന് നോക്കിയായിരുന്നു. എന്നിട്ട് ശരിയായോ? എല്ലാം ഓക്കെ. എന്നാൽ ഞാൻ ഓക്കെ അല്ല. വണ്ടികളുടെ എണ്ണം കൂടി അല്ലേ? സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. അതിന്റെ കച്ചവടം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെങ്കിലും ജീവിച്ചു പോണ്ടേ സാറേ? അതാ എന്റെയും പ്രശ്നം. ജീവിച്ചു പോണ്ടേ? സാർ അങ്ങേരെ പോയെന്ന് കാണണം. മൊത്തത്തിൽ തീർത്തു തരാന്നാണ് പറഞ്ഞിരിക്കണേ. എവിടെ അദ്ദേഹം? PG റോഡിൽ പുതിയ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. സാത്താൻ സെക്യൂരിറ്റി. അവിടെ പെയ്യ കാണാം. എന്നാ ഇന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പൊ അവിടെ ചെന്നാ കിട്ടുമോ? താനെ കിട്ടും. സോറി, പെട്ടെന്ന് രമണീന്ന് എമൗണ്ടിന്റെ കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല. സംഗതി ശരിയാക്കി തരാം. ഓക്കെ ഓക്കെ ഓക്കെ. സോറി സാർ, ഞാനിപ്പോ വിസ്മൃതിയിലായി പോയി. എന്റെ കേസ്. ആ കേസ് ഞാൻ ചാർജ് ചെയ്യാൻ പോവാ. ചാർജ് ചെയ്യരുത്. കുറെ കാലമായിട്ട് സാർ എന്നെ ചാർജ് ചെയ്യുകയാണ്. ചില്ലറ കേസല്ലോ. അല്ല, എന്ത് ചെയ്യാനാ സാറേ, ഗതി പിടിക്കുന്നില്ല. ഇതൊക്കെ വെറും വേഷം മാത്രം. എന്നോട് മാത്രം വേഷം കെട്ടെടുക്കണ്ട, അറിയാലോ.
എനിക്കിപ്പ വേണം 1 ലക്ഷം രൂപ. എന്റെ പരപണി പോലും തീർന്നിട്ടില്ല. ഇപ്പൊ എന്റെ 50,000 ഉള്ളൂ. അത് പോരാ. ബാല, ഓ ആ സ്വർണ്ണമാല ഒരു ഇപ്പൊ ഇത് സദയം കൊണ്ടുപോവുക. രണ്ടും കൂടി ചേരുമ്പോ ഒന്നാകും. മാലെങ്കിൽ മാല കാര്യം നടക്കണമല്ലോ. ഇട്ടോളൂ, ഞാൻ വീണ്ടും വരും. സന്തോഷത്തോടെ സ്വീകരിക്കണം. സന്തോഷമായിട്ടാ സ്വീകരിക്കുന്നത്. വവ്വാലിനുണ്ടായോനെ. സഹൃദയ, സഹൃദയ, ഞാൻ ഡ്രസ് ചെയ്യാട്ടാ. ഒരു 5 മിനിറ്റ് ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ഇതെന്താ സാധനം? അത് നശിപ്പിക്കാതെ തന്നെ. ഇതൊക്കെ സംഗീതം അറിയാവുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ പറയരുത്. എന്റെ അച്ഛൻ വീണ വിദ്വാനായിരുന്നു. എവിടെയെങ്കിലും വീണ വിദ്വാനായിരിക്കും. നിനക്കറിയാത്തോണ്ട. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു കൃതി പാടി. അത് കേട്ട് നിന്ന ഗാനഭൂഷണം പുഷ്കരൻ സാറ് കയ്യിലിരുന്ന പിയാനോ ദേ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് തന്നു. 5 പേര് വിചാരിച്ചാ പോലും പൊക്കാൻ പറ്റാത്ത പിയാനോ ചേട്ടൻ ഇങ്ങനെ 2 കൈ നീട്ടി വാങ്ങിയില്ലേ? അതൊക്കെ പോട്ടെ, ഞാൻ ഈ കിടുതാപ്പ് നശിപ്പിക്കാതെ തിരിച്ചു തന്നല്ലോ. നീ അത് സന്തോഷത്തോടെയാണല്ലോ വാങ്ങിച്ചത്? സന്തോഷത്തോടെയാ വാങ്ങിച്ചത്. എനിക്കത് മതി. ചേട്ടാ, സാറേ ചേട്ടാ, വരൂ വരൂ വരൂ. ഇത് വേലായുധൻ, ഇത് കുട്ടൻ മുതലാളി. പിന്നെ ഇന്നലെ എന്റെ പാട്ടുകളൊക്കെ ഗംഭീരമായിരുന്നു. ഞാൻ ഉക്കുടു വായിച്ചതിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായ. നാണുമൂപ്പനോട് പ്രത്യേകം നന്ദി പറയണം കേട്ടോ. ഈ ഉക്കുടു ഭദ്രമായിട്ട് അദ്ദേഹത്തെ തിരിച്ചേൽപ്പിക്കണം. എന്താടോ സല്യൂട്ട് അടിക്കാനൊക്കെ മറന്നുപോയോ താൻ? മറന്നതല്ല, പിന്നെ ഇനി അത് വേണ്ടി വരില്ല. സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. തന്റെ തമാശ തമാശയല്ല, ചിലപ്പോ ഡിസ്മിസിലാവാനും സാധ്യത. പിന്നെ ആ കുട്ടം വിളിച്ചിരുന്നു. സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിയോന്നറിയാൻ. സാറേ വല്ലതും തടഞ്ഞു? അയ്യോ, കുട്ടനാണ് സാറ് സന്തോഷത്തോടെയാണ് അത് വാങ്ങിയത്. അതെ, കുട്ടൻ ആ തലവരിക്ക് പാര സർവീസ് തുടങ്ങിയത് ഞാൻ അറിഞ്ഞു. ഒരു കാര്യം ഉറപ്പായി, സസ്പെൻഷനിലൊന്നും അത് കാര്യമൊന്നുമില്ല. ഈ സ്റ്റേഷന്റെ ചുമതല ഞാൻ ഒറ്റയ്ക്ക് വഹിക്കേണ്ടി വരുമല്ലോ പഠിച്ചോനെ. അതെ, സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥൻ സർക്കാർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. ഇത് സർക്കാരിനുള്ളതല്ലല്ലോ. അത് തൊണ്ടി മുതലാണ് തിരിച്ചേൽപ്പിച്ചോ. അങ്ങനെ ആ പാരയും വിഫലമായി. ആ സഹൃദയനെ SIയെയും കുറച്ചു ദിവസത്തേക്കെങ്കിലും ഇവിടുന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ അപകടമാവും. അതിനെന്താ വഴി? വഴിയുണ്ട്. കുറച്ച് ക്ലോറോഫോം സംഘടിപ്പിക്കണം. എന്നിട്ട് ആ SIയുടെയും സഹൃദയന്റെയും മനസ്സിലായില്ല? എടോ, ക്ലോറോഫോം, പഞ്ഞി. മനസ്സിലായി? പറഞ്ഞിട്ട് മനസ്സിലായില്ല, ആംഗ്യം കാണിച്ചപ്പോ മനസ്സിലായി. ഹലോ, മാനസികാരോഗ്യ കേന്ദ്രമല്ലേ? ഗിഡ്ഡു വൈദ്യനെ കിട്ടുമോ? അമേരിക്കല്ലോ. എന്നാ അച്ഛൻ വൈദ്യനെ അറിഞ്ഞാലും മതി. ഓഹോ, അങ്ങനെയാണോ? ഒരുത്തന് SI വേഷം കിട്ടി നടക്കുന്നു, മറ്റേയാൾ ആദിവാസി കവി. ഒന്നും അറിയണ്ട, ഇവിടെ എത്തിച്ചാ മതി. ശിരോവസ്തു തന്നെ ആയിക്കളയാം. ഷേ, എന്തായി പറയുന്നേ? എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെന്ന്. വേറെ ആരോ ആയിരിക്കും. എന്നാലും
ഇവന്മാരെന്തിനാ എന്നെ കണ്ടപ്പോ ഇങ്ങനെ പതുങ്ങുന്നത്? കള്ളന്മാരാണെങ്കിൽ ഇവന്മാരെ പിടിച്ചു കൊടുത്ത് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് തിരിച്ചു കയറാം. എന്തിനാടാ എന്റെ പുറകെ നീയൊക്കെ നടന്നത്? വെറുതെ സർ. വെറുതെ? സത്യം പറയടാ, നീയൊക്കെ കള്ളന്മാരല്ലേടാ? അല്ല സർ. കള്ളന്മാരല്ലേ? അല്ല. എന്താടാ ഈ കൈയിരിക്കുന്നത്? ക്ലോറോഫോമാ സർ. ക്ലോറോഫോമോ? അതെ സർ. അതോ കഞ്ചാവ് ലേഹ്യോടാ? അല്ല സർ, ക്ലോറോഫോമാ. ഉറപ്പാണോ? ഉറപ്പാണ്. എനിക്ക് സംശയമുണ്ട്. ഞാനൊന്ന് മണപ്പിച്ചു നോക്കട്ടെ. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ മണ്ണിര ചുറ്റി ആരടാ പറഞ്ഞ മണ്ണിരയ്ക്ക് പല്ലില്ലാതെ? എങ്ങനെയുണ്ട്? ഒരു SI ആണ് നിങ്ങൾ ഈ മണ്ണിനടിയിൽ കുഴിച്ചിട്ടേക്കുന്നത്. DGP വരെ ഞാൻ കുഴിച്ചിട്ടുണ്ട്. ആശാനെ, ഞാൻ ഡോക്ടർ സാഹിർദേൻ, ആദിവാസി സംഗീതത്തിൽ ഇപ്പൊ അതിനെപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നാണല്ലേ? എല്ലാം ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ ചേട്ടൻ? എപ്പോഴും പറയുന്നുണ്ടല്ലോ. ജ്യേഷ്ഠനെ പോലെ തിരിച്ചറിയാൻ പറ്റാണ്ടായി. ഇതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും കളവാ. അതെ, അസുഖം ഭേദാവുമ്പോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ആശാനെ, ഇത് ചതിയാ. ഞങ്ങളെ ബോധം കെടുത്തിയാ ഇതിനകത്തോട്ട് കൊണ്ടുവന്നത്. തല കസവുള്ളവരെ ബോധം കെടുത്തിയല്ലാതെ പിന്നെ എങ്ങനെ കൊണ്ടുവരിക? സത്യം പറ കളവാ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടാ? ഭ്രാന്ത് ആർക്കാണെന്ന് നമുക്ക് അവസാനം തീരുമാനിക്കാം. എന്റെ മുതുകത്രയും കടിക്കുന്നുണ്ട്, ഒന്ന് ചൊറിഞ്ഞു തരൂ. സാറ് വലിയ പോലീസ് ഓഫീസറൊക്കെ അല്ലേ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്തു സാറ്. എനിക്ക് ചൊറിയാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുത്തുന്നത്? ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞപ്പോ അയാൾക്ക് ചൊറിയണമെന്ന്. എനിക്ക് ചൊറിഞ്ഞു വരണം. എന്റെ ചൊവ്വാറയിലെ ചവിട്ടി കൊന്നുകളഞ്ഞു. എന്നെ ഇവിടുന്ന് വെളിയിറങ്ങിട്ട് വേണ്ടേ കൊല്ലാൻ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കുട്ടൻ ചേട്ടാ, ഇത് കണ്ടില്ലേ? കണ്ടു. എങ്ങനുണ്ട് ശിരോവസ്ഥ? അതെ, ഞാനാണ് നിങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യിപ്പിച്ച സ്വന്തം ചേട്ടൻ. ഞങ്ങളുടെ കയ്യും കാലും രണ്ടും ഈ മണ്ണിനടിയിലായി പോയി. ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. വലിച്ചു പുറത്തെടുക്കണോ ഞങ്ങള്? ചെകുത്താന്റെ മാല എന്റെ കൈ കിട്ടിയപ്പോ തുടങ്ങിയ ദുരിതം. അതിനിടയ്ക്ക് അതും സംഭവിച്ചോ? അനുഭവിക്കേ. ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരും കേട്ടോ. അപ്പൊ തനിക്ക് ഞാൻ വച്ചിട്ടുണ്ട്. പുറത്തു വരുന്ന കാര്യം സംശയമാണ്. കുറെ കാലമായി ഞാൻ ഫുട്ബോൾ കളി കണ്ടിട്ട് ഒരു പോസ്റ്റിൽ ഇരട്ട ഗോള് വീഴുത എനിക്കൊന്ന് കാണണം. ദേ, 2 പന്ത്, 2ഉം ഗോളാക്കണം. ബാക്ക് ഷോട്ട് വേണ, ട്രിപ്പിൾ ഷോട്ട് വേണ? അങ്ങേക്ക് ഇഷ്ടമുള്ള ഷോട്ട് അഴിക്കട്ടെ. അനുഭവിക്കടാ. നമ്മുടെ രണ്ടിന്റെ പെലവുളി അടിയന്തരം കഴിയും. എന്റെ ദൈവമേ, ഇവൻ ആരാഴ്ച വിട്ടത്? രാഷ്ട്രീയക്കാരന്റെ ഉദ്ദേശം കൂടി അറിഞ്ഞാൽ, ആ ഇരയെ കൂടി കണ്ടെത്തിയാൽ, അവരുടെ കടിയേറ്റ ഉഗ്ര വിഷമുള്ള പാമ്പുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് വേണം ഫൈനൽ അറ്റാക്ക്. അയാൾ കോടികളാണ് സമ്പാദിക്കുന്നത്. അയാൾ നേടിയതെല്ലാം എന്റെ കൈവശം വരണം. ഈ ടൂപ്പിനും മക്കൾക്കും ചെകുത്താൻ മുട്ടുസൂചിയുടെ രൂപത്തിൽ മതിയാകും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ശാന്തരായിരിക്കണം. ജനലക്ഷങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരായ നേതാക്കന്മാർ ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാച്ചൊക്കെ എവിടെ? ഇതാ ഇളനീരെവിടെ? 4 വാങ്ങിച്ചോ? കയ്യിൽ നിട്ടോ. തൊമ്മിക്കുഞ്ഞ്, ബെന്നിക്കുഞ്ഞ്, സണ്ണിക്കുഞ്ഞ്, അച്ഛൻ കുഞ്ഞ്, അല്ല ഇട്ടൂപ്പ് തുടങ്ങിയ നേതാക്കൾ ജാഥ എത്തിച്ചേർന്നാൽ ഉടനെ വേദിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. മനസ്സിലായില്ല? മഹിളാ പ്രസിഡന്റാ? അല്ല, നമ്മളാരാ? ഞാൻ ഇന്റർനാഷണൽ പ്രസിഡന്റ്. തുടങ്ങി കൊലവിളി. ധീരതയോടെ നയിച്ചോളൂ. ധീരതയോടെ നയിച്ചോളൂ.
സമ്മേളനത്തിന് കുത്താൻ വേണ്ടി എന്റെ അളിയനെ കൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിച്ചതാ. സ്വാഗതം ആശംസിക്കുന്നതിനായി തൊമ്മിക്കുഞ്ഞിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അയ്യോ ഒടിഞ്ഞോ. പ്രിയമുള്ളവരെ, മുക്കോട്ട് കവല TPCCയുടെ ഏരിയ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തിനാണ് ഇങ്ങനെ ഒരു ഏരിയ സമ്മേളനമെന്ന്? അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പണി തുടങ്ങി. TPCC നേതാവായ ശ്രീ ഇട്ടോപ്പിന്റെ മക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം. താന്തോന്നിമല ടവർ നിർമ്മാണത്തിൽ ഇവർ അവിഹിതമായി ഇടപെട്ട് 4.5 കോടി രൂപയുടെ അഴിമതി നടത്തിയതിനുള്ള വ്യക്തമായ തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതോടൊപ്പം ഈ ചെകുത്താന്റെ ഒരു ശക്തിയെ. ഹലോ. താങ്ക് യു മിസ്റ്റർ കുട്ടൻ. ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് കരുതിയില്ല. നമുക്ക് ഇനിയും കാണേണ്ടി വരും. പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഡൽഹിയിൽ വരണം. ഡൽഹിയിൽ നിങ്ങളൊരു ബ്രാഞ്ചും തുറക്കണം. തീർച്ചയായും തുടങ്ങാം. എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ. ഡൽഹിയിൽ ഒരു ഓഫീസ് വേണം, പാർലമെന്റ് മന്ദിരത്തിന്റെ തൊട്ടടുത്ത്. അവിടെ പശുവിനെ വളർത്താൻ പറ്റുമോ? എടാ, നിനക്ക് ഞാനൊരു വിമാനം വാങ്ങിത്തരും പശുവിനെ വളർത്താൻ. കന്നുകാലി ക്ലാസ് വിമാനം. കാശുകള് വരും പോവും, അത് കണ്ട് കണ്ണുകൾ മഞ്ഞളിക്കരുത്. കൊറേ വലിച്ചു വാരി ഉണ്ടാക്കിയിരിക്കല്ലേ, ആർക്കനുഭവിക്കാൻ? ആവശ്യക്കാരന് ദൈവം കൊടുക്കില്ല മാഡം. നോക്ക്, നീ മര്യാദക്ക് നിന്നാ നിനക്ക് ജീവിക്കാനുള്ളത് ഞാൻ തരും. ഒരു ഡ്രൈവറോട് കാണിക്കുന്ന സ്നേഹം പോലും ചേച്ചിക്ക് കൂടപ്പറപ്പിനോടില്ല. ആദ്യം നീ മേലനങ്ങി അധ്വാനിക്കാൻ പഠിക്കടാ. നിന്റെ കയ്യിരിപ്പ് കാരണം പള്ളിക്കൂടത്തിന്നോ പുറത്തായി. അതായത് ആരാന്തോ ആരാണ് നന്ദന? ഞാനല്ല, ഞാൻ മണികണ്ഠൻ. ആമ്പിളിനെ പോലെ നിക്കാൻ പറഞ്ഞ ഇതാണ് ഞാൻ തന്നെ. ഞാൻ സിംഗ് പറഞ്ഞിട്ട് വന്നു. നമ്മളെ സിംഗിന് സുഖങ്ങളി എന്നെ. എത്രയുണ്ട്? 2 കോടി. ഇപ്പൊ വലിയ പാരകളായിരിക്കും അല്ലേ? ചേട്ടാ ആഫീസിലുണ്ട്. ശരി ശരി. അയ്യോ, വന്നിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ശരി അപ്പി, എന്നാ ചെല്ലി ചെല്ലി. അയ്യോ വേണ്ട മക്കളെ, ഈ പെട്ടി എടുക്കാനുള്ള ശക്തിയൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. നീ അങ്ങോട്ട് മാറി ഇടണം അങ്ങോട്ട്. ഓ, എന്റെ ഒരു സഹായം. എടാ വാസു, നമുക്ക് ആ സൂട്ട് കേസ് പൊക്കാം. അത് അവര് പൊക്കിക്കൊണ്ട് പോയില്ലേ? അതല്ല, ചേച്ചി കൊണ്ടുപോയി വെക്കുന്നിടത്ത് നമുക്ക് പൊക്കാം. അടിച്ചു മാറ്റാൻ നന്ദികേട് കാണിക്കരുത്. എന്ത് നന്ദികേട്? എടാ മണ്ട, 2 കോടി രൂപയാണ്. 1 കോടി നിനക്കും 1 കോടി എനിക്കും. കേൾക്കാൻ നല്ല സുഖമുണ്ട്. അതും ഇതും പറഞ്ഞ് എന്റെ മനസ്സിളക്കരുത്. മനസ്സിളകണം. കള്ളപ്പണമായതുകൊണ്ട് ആരും പുറത്തു പറയത്തില്ല. അതൊക്കെ ശരിയാ, എന്നാലും ഞാൻ പറയുന്ന പോലെ നീ കേട്ടാ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റി. ഇന്റർനാഷണൽ ഡീൽ ആവുമ്പോ തുക കൂടും. ഇപ്പോഴത്തെ ഡീലിൽ 100 കോടി വരെ കിട്ടാം. ഭാവിയിലേത് അപ്പോഴപ്പം നിശ്ചയിക്കാം. ബോസ് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ മുഴുവൻ സാധനങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. ഓഹോ, സന്തോഷം. സെക്യൂരിറ്റി വേണ്ട വേണ്ട, ആരെയും വിളിക്കണ്ട. എന്റെ വണ്ടി പോവാം. അവിടെ വേണ്ടത്ര സെക്യൂരിറ്റി ഉണ്ട്. ആയിക്കോട്ടെ. വല്ല വിവരവും കിട്ടിയോ? ഇനി തപ്പാൻ ഒരു സ്ഥലം ബാക്കിയില്ല. കുട്ടേട്ടനോട് ചോദിച്ചില്ലേ? അയാള് കൈമലർത്തുക. ഹലോ അനീന്ദ്രേ, നമ്മളെ സഹൃദയൻ എവിടെ പോയെന്ന് വിവരം കിട്ടി. ഓ, ഞാൻ ശിവന് കൊടുക്കാം. ഹലോ. ശിവ, പണ്ട് നമ്മുടെ ചേട്ടനെ കുടിച്ചിട്ട് ഫുട്ബോൾ പന്ത് തട്ടിയ വൈദ്യരില്ലേ? അയാള് പുതിയതായി തുടങ്ങിയ പ്രാന്താശുപത്രിയിലുണ്ട് നമ്മളെ സഹൃദയൻ. കൂടെ നമ്മുടെ കിടുക്കൻ SI ഉണ്ടെന്നാണ് കേട്ടത്. ഇത് ഞാൻ പറഞ്ഞാണെന്ന് ചേട്ടൻ അറിയല്ലേ കേട്ടാ. ചേട്ടന്റെ കൂടുള്ള CIDയുടെ കയ്യിൽ നിന്ന് ചുരണ്ടി മാറ്റിയതാണ് ഈ വിവരം. ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് പോവാം. ഓക്കെ. സഹൃദയന് വല്ലതും പേടിക്കാനൊന്നുമില്ല, എനിക്ക് ആ സ്ഥലം അറിയാം. പോയിട്ട് വരാം. എല്ലാരും പോകുഞ്ചോ കുറിഞ്ചിമലയിലൂ, ഈ ഞാനും പോകുഞ്ചോ കുറിഞ്ചിമലയിലൂ, എന്റെ കൂടെ നീയും പാത്തും ചുന്ദരി. നേരത്തെ അവന്റെ ഒടുക്കത്തെ ഒരു ആദിവാസി പാട്ട് നിന്നെ കുറിഞ്ചിമലയിലേക്ക് ഇപ്പൊ പറഞ്ഞു വിടും ഞാൻ. ആ വരുന്നത് എന്റെ അനിയനാ. ശിവ, അനിയാ
ശിവ ശിവ ഞങ്ങളെ ചതിയിൽ ആ കുട്ട മുതലാളി പെടുത്തിയടാ. രക്ഷയ്ക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കും. വൈദ്യനെന്തി? ഞാനാ. ആ കിടന്നോളൂ, താരയിൽ തന്നെ തുടങ്ങാം. വട്ടില്ലാത്തവർ കൂടി വട്ടാക്കൂലടാ പ്രാന്ത. ഏത് ശത്രുവിനെ ഏതു വിധത്തിൽ ഏതു സന്ദർഭത്തിൽ തളയ്ക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ഈ ഓമനക്കുട്ടൊരു വിഷയമല്ല. ഞാൻ എവിടെയോ കണ്ടിട്ട്. ഇല്ല, നാം തമ്മിൽ ആദ്യമായിട്ടാ കാണുന്നു. പക്ഷേ ഈ മുഖം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇരുമ്പഴികൾക്കുള്ളിൽ മോചനം കാത്തു കഴിയുന്ന മാൻഡ്രാക്ക്, ജൂനിയർ മാൻഡ്രാക്ക്. അതേ മാൻഡ്രാക്കിന്റെ മുഖമുള്ള സീനിയർ മാൻഡ്രാക്ക്. ചേട്ടൻ ഞാൻ അച്ചായൻ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എട്ടുപ്പ്. അതെ, ഞാൻ സണ്ണിക്കുഞ്ഞ്. ഓർമ്മയുണ്ടോ നിന്റെ മുട്ടുസൂചി മുനയിൽ രാജ്യസഭാംഗത്വം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യൻ? ഞാൻ ബെന്നിക്കുഞ്ഞ്. മറക്കാൻ വഴിയില്ല. നീ നഷ്ടപ്പെടുത്തിയത് എന്റെ രാഷ്ട്രീയ ഭാവിയാണ്. ഞാൻ തൊമ്മിക്കുഞ്ഞ്. ഒരു വിജിലൻസ് അന്വേഷണത്തിലൂടെ നീ എനിക്ക് ജയിലിലേക്കുള്ള വഴി വെട്ടി. അങ്ങോട്ട് പോകും മുമ്പ് ഞാൻ നിനക്കുള്ള കുഴി വെട്ടും. എന്നെ ഒന്നും ചെയ്യരുത്. ഏയ്, നിന്നെ ഒന്നും ചെയ്യില്ല. ചെയ്യാൻ ഞാൻ അനുവദിക്കത്തുമില്ല. കാരണം ഇനി നീ സാരഥിയാണ്. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ തേരാളിയായ കൃഷ്ണൻ, കള്ളകൃഷ്ണൻ. ഞങ്ങള് പാവം 5-6 പേർ. ഞങ്ങൾക്ക് വേണ്ടി നീ രഥം തെളിക്കണം. കോട്ടകൊത്തളങ്ങൾ പിടിച്ചെടുക്കാൻ, അതീശത്തിലാക്കാൻ. എന്റെ അനുജന്റെ തലയെടുത്ത അതേ തല. അതാണ് കർമ്മഫലം. തുടങ്ങിയിടത്ത് തന്നെ ഉത്തരം ലഭിക്കുന്ന നീതിശാസ്ത്രം. ഓമനക്കുട്ടന്റെ ബ്രഹ്മാസ്ത്രങ്ങൾ ഇനി ഞങ്ങൾക്ക് വേണ്ടി തൊടുക്കണം. പ്രധാനമന്ത്രി മുതൽ സകല അധികാര കേന്ദ്രങ്ങളിലും സമ്പദ് വ്യവസ്ഥകളിലും നിന്റെ ചെകുത്താന്റെ ലോഹം എത്തണം. അതുവഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടേത് മാത്രമായൊരു ഭാരതം അത് ഞങ്ങൾക്ക് വേണം. ഇല്ല, ഞാനത് ചെയ്യില്ല. ചെയ്തില്ലെങ്കിൽ നിന്നെ ഞങ്ങളെ വെച്ചേക്കില്ല. പിന്നെ എന്ത് ചെയ്യും? പുഴുങ്ങി തിന്നു. കുട്ടാ, നീ തന്നെ നിന്റെ പാത തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു സർ. ഫെഡറിക്, ഇവനെ ഒന്ന് പുഴുങ്ങിയെടുക്കണമല്ലോ. എന്താ വഴി? അതിനുള്ള സെറ്റപ്പ് ഞാനുണ്ടാക്കാം. നല്ലത്. ആ, അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇവനെ ഓർമ്മിപ്പിക്കണം. നിന്റെ ഭാര്യ വാങ്ങി വെച്ച സൂട്ട് കേസിൽ ഒരു കൊച്ചു ബോംബുണ്ട്. അതോടൊപ്പം ഘടിപ്പിച്ച ഒരു മൊബൈലും. എന്റെ ഫോണിൽ നിന്നും ആ മൊബൈലിലേക്ക് ഒരു കോൾ. അത്ര മാത്രം മതി അത് പൊട്ടിത്തെറിക്കാൻ. ദുഷ്ടദ്രോഹി, അവൾ എന്ത് തെറ്റ് ചെയ്തു? എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്റെ സഹോദരന്റെ തലവെച്ച് നീയുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും എനിക്ക് വേണം. അതിന് വിഘാതമായി എന്ത് സംഭവിച്ചാലും ആ ബോംബ് പൊട്ടും. കുറച്ചു നേരത്തേക്ക് ഈ പട്ടിയെ ഞങ്ങൾക്ക് വിട്ടാ മാൻഡ്രാക്ക്. വിട്ടു തന്നിരിക്കുന്നു. എന്നെ കൈ കിട്ടാൻ നോക്കിയിരിക്കുകയാണ് ഇന്ന്. പേടിക്കണ്ട, ആരും അറിഞ്ഞിട്ടില്ല. വണ്ടി റെഡിയാണോ? വണ്ടി റെഡിയാണ്. പക്ഷെ ഇത് ശരിയാണോ? ശരി തെറ്റ കാലോചിക്കേണ്ട സമയമല്ലേ ഇത്? അളിയൻ ചെയ്യണൊക്കെ ശരിയാണോ? ശരിയില്ല, ശരിയില്ല. ഗ്യാസിനൊക്കെ ക്ഷാമോ? വിറകായിരുന്നു നല്ല. എന്തായാലും വിഭൂതി തെച്ച് വേവിക്കുന്നു. കുറച്ച് പരിപ്പും തക്കാളിയും കൂടെ ഇട്ട് ഡാൽ ഫ്രൈ ആക്കി അങ്ങ് വിഴുങ്ങ്. തക്കാളി പരിപ്പാ? പരിപ്പിനും തക്കാളിക്കൊക്കെ എന്താ വില എന്നറിയാവൂ? നല്ല പരുവത്തിലായി കഴിയുമ്പോ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ഡോബർമാനും റോഡ് വീലേഴ്സിനും ഒക്കെ കൊടുക്കാം. അവരൊക്കെ ആരാ? ചേട്ടന്റെ അളിയന്മാരാണോ? അല്ലടോ, അതൊക്കെ ഇവിടുത്തെ പട്ടികളാ. അയ്യോ, പട്ടികളോ? അപ്പൊ പുറത്തിറങ്ങിയാലും രക്ഷയില്ലേ. ഒരു കടിയുടെ ഓർമ്മ ഉണങ്ങി വരുന്നേ ഉള്ളൂ. ആസനം എന്ത് തുടങ്ങി? തീയണേക്കടാ പാചകക്കാരെ. നിന്റെ അവിടെ നിന്നാ എന്ത് തുടങ്ങേണ്ടത്? ശരി ശരി, നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. ആദ്യം തീയോ നനക്കി. വില്ലന്മാര് സാധാരണ ഐസിലാ കിടത്താറ് പതിവ്.
ആഗോളതാപനം മൂലം ഐസ് മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കട്ടിപ്പരുവത്തിൽ കിട്ടുന്നില്ല. കുറച്ച് ലൂസ് പരുവത്തിലായാലും വേണ്ടില്ല, കുറച്ച് ഇതിനകത്തോട്ട് ഒഴുക്കി. എന്നിട്ട് തീയാണെങ്കിൽ സീനിയറെ അണയ്ക്കാം. പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം. പാറ പോലുള്ള ഉറപ്പ് തരാം. ഈ അവസ്ഥയിൽ ആരും തന്നു മൊഴിഞ്ഞാട്ടെ. ചൂട് കൂടി. ഈ നിമിഷം മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നീ പാര പണിയണം. ഞാൻ ഏത് കോപ്പനോടേലും പണിയാം. ആദ്യം ഞങ്ങളുടെ ബദ്ധശത്രുക്കളായ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യനും, പിന്നെ അച്ചായന്റെ സിംഗിന്, ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് മാൻഡ്രക്ക് പണിയാമേ. തീയണക്കി അറ്റ്ലീസ്റ്റ് ഒരു കൗബീനെങ്കിലും തന്നെ പുറത്തേക്ക് ഇറക്ക്. വേവാൻ തുടങ്ങി. പുറത്തിറക്കാം. എപ്പോ? പക്ഷേ ഒന്നോർത്തോ, ഒറ്റാനോ ചതിക്കാനോ ശ്രമിച്ചാൽ ബിരിയാണി ചെമ്പിന് പകരം തന്തൂരി അടുപ്പായിരിക്കും. തന്തൂരി. എത്രയായി? 30 രൂപ. ഇവിടെ എവിടേക്കാ? അക്കരെ ഒരാളെ കാണാനാ, നടന്നു പോയിക്കോളാം. ആള് താമസമില്ലാത്ത സ്ഥലമാണ്. ഇവിടെ വെച്ച് വീതി. പാടുപെട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് ചതിയായി പോയല്ലോ. നിനക്ക് അവിടെ വെച്ച് നോക്കിക്കൂടായിരുന്നു? നിനക്ക് അവിടെ വെച്ച് പറയാൻ പാടില്ലായിരുന്നു. ഇത് ആള് താമസമില്ലാത്ത സ്ഥലമാണല്ലോ. ഇനി കള്ളക്കടത്തുകാരോ? കള്ളക്കടത്തുകാർ എന്നാവാ, പോയി നോക്കാം. ചിലപ്പോ ഇതോടെ നമ്മുടെ സമയം തെളിയും. നോക്കാം. ഇത് അടിയിലോട്ട് പെട്ടി എവിടെയെങ്കിലും എടുത്തു വെക്ക്. തുറന്നു കിടക്കുക. കടലാസ് കേട്ടോ. എനിക്ക് 1ാം ക്ലാസ്സിൽ പോണം. അവിടെ ഇരുന്ന് ഒഴിച്ചാ മതി. അങ്ങനെ വരുമ്പോ ആ പെട്ടി അടിച്ചു മാറ്റിയത് മണികണ്ഠനും വാസുവാണെന്ന് ഉറപ്പിക്കാം. പക്ഷെ സിംഗ് അങ്ങനെ ഒരു പെട്ടി ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അയ്യോ, അത്യാഗ്രഹം മൂത്ത് അങ്ങേര് ആരുടെയെങ്കിലും കൂടെ പോയി വല്ല കോനിഷ്ടിലും ചാടിയോ എന്തോ. അതിനാണ് സാധ്യത കൂടുതൽ. ചെകുത്താന്റെ ഒരു അംശം പോലും ഓഫീസിലില്ല. ഏതായാലും സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാ. അത് വേണം. കാരണം കുട്ടൻ ചേട്ടന്റെ വാഹനങ്ങൾ മുഴുവനും ഓഫീസിൽ കിടക്കുക. എന്റെ ആറ്റുവാമ്മച്ചി, എന്റെ അങ്ങേർക്കൊന്നും വരുത്തല്ലേ. അയ്യോ, അനീന്ദ്ര ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാ മൊബൈലിൽ വിളിച്ചാ മതി. കുട്ടികൾ ബാലൻഡപ്പായതുകൊണ്ട് പ്രശ്നമില്ല. ഹലോ, അതെ, ആണോ? ഞങ്ങൾ അങ്ങോട്ട് വരാം. കുട്ടൻ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് വിവരം കിട്ടി. വന്നേ. ഞങ്ങൾ ഇവനെ കൊണ്ട് നേരെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക്. നിവേദനത്തിന്റെ ടാഗിൽ ചെകുത്താൻ ലോഹം ഒന്ന് കാണിച്ചടോ. ഈ ലോഹം ഇത്രയും മതിയോ? നിയമസഭ ഇടിഞ്ഞു വീഴാൻ ഇത് തന്നെ ധാരാളം. നിവേദനം നമ്മൾ ഇവനെ കൊണ്ട് കൊടുപ്പിക്കുന്നു. അതോടെ ആഭ്യന്തരമന്ത്രിയുടെ കഥ കഴിയുന്നു. പിന്നീട് മറ്റുള്ളവർക്ക്. അയ്യോ സാറേ, എന്നെ രക്ഷിക്കടാ. അളിയാ,
കാണാതെ ഇടികൊള്ളുന്നു. ബാക്കി പിന്നെ അടുത്ത വ്യാഴാഴ്ച. വൈ നോട്ട്? ആർക്കും വേണ്ട ഇന്ന്. അയ്യോ ചേട്ടാ, അയ്യോ ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. അയ്യോ പൊന്നാ ചോമേ, എന്റെ കൈ കൊണ്ടാണ് നിന്റെ മരണം. എന്താ ഇവിടെ? ദേ ഇവിടെ ഒരാളുണ്ട്. സൂപ്പർ. കൊള്ളാമോ? ഹലോ, എന്റെ സസ്പെൻഷൻ പിൻവലിച്ച? അവനെ എനിക്ക് വിട്ടേക്ക്. എന്റെ പ്രൊമോഷനാ പോകുന്നത്. അവനെ ഇന്ന് ഞാൻ കമാൺ. സഹൃദേ, എനിക്ക് പണവും പ്രശസ്തി ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും ഈ ലോകത്തല എന്റെ തലേന്ന് ഒന്ന് ഒഴിവാക്കിത്താ. പണത്തിനോടുള്ള ആഗ്രഹമൊക്കെ പോയല്ലോ. അയ്യോ പോയേ. ഉറപ്പ്. ഇനി പണം ധാരാളം താനേ കൈ വരും. എങ്ങനെ? ഈ മാൻഡ്രേക്കിന്റെ തലയുടെ അവകാശത്തിന് വേണ്ടിയുള്ള ലേലം നടക്കാൻ പോവല്ലേ? ബാധ ഒഴിയും, കാശും കിട്ടും.